കാര്യമില്ല. കാര്യം അതാണല്ലോ ദേവ് മറ്റേ ഞങ്ങളുടെ ഒരു മാനേജറിന്റെ ആദ്യം വിളിച്ചിരിക്കുന്ന ഒരു വോയിസ് നോട്ടിലുണ്ടല്ലോ. ആ കുട്ടി പറയുന്നുണ്ടല്ലോ. എല്ലാവർക്കും നമസ്കാരം. മൈ വേ ബൈ കല്യാണി. പണി പാലും വെള്ളത്തിൽ തന്നെ. പാലും വെള്ളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡായിട്ടുള്ള MVD ഇൻസ്പെക്ടറിൻ്റെ ജോലി അടക്കം പോകാനുള്ള വകുപ്പുകളൊക്കെ നാം കാണുന്നു. എൻ്റെ ധ്യാനദൃഷ്ടിയിലും എൻ്റെ ഗണിച്ചറിയുന്ന കഴിവിലും ഞാനത് വ്യക്തമായിട്ട് കാണുന്നുണ്ട് സുഹൃത്തുക്കളെ. പ്രത്യേകിച്ച് ഈ കല്യാണിക്കുട്ടി, മൈ ബേ വൈ കല്യാണിയിലെ കല്യാണിക്കുട്ടി ഈ കാണിച്ചതെല്ലാം ഒരു പൊറാട്ട് നാടകമാണ്. കൊളാബ് ചോദിച്ചിട്ട് കൊളാബ് കൊടുക്കാത്തത് കൊണ്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ ആ ഒരു സ്ഥാപനത്തോട് തീർത്തതാണ് എന്നുള്ളൊരു കാര്യങ്ങൾ വ്യക്തമായിട്ടും മനസ്സിലായി നാട്ടുകാർ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ജോലി എങ്ങനെ പോകുന്നല്ലേ, ഞാൻ അതിലോട്ട് വരാം. അപ്പോൾ ജോലി പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട്. ഈ ആറക്ക സംഖ്യ, ലക്ഷങ്ങളുടെ കണക്കുകൾ പറയുമ്പോൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി പാരമ്പര്യ പാട് മാത്രം മാറ്റാനാണോ കല്യാണി കൊച്ചി അവിടെ പോയത്? ചിലവരൊക്കെ കരക്കമ്പിയിൽ പറയുന്നുണ്ട് ഗ്ലൂട്ടോട്ടൈൻ അടിച്ചു കയറ്റാൻ പോയെന്ന്. അപ്പൊ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഷെയർ ചെയ്തില്ല? സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നത് എന്താ, ഞാൻ മറ്റേ ഇന്ന ക്രീം തേച്ച് മറ്റേ ക്രീം തേച്ച് ഞാൻ എന്താ വെളുത്തിട്ട് പാറി അല്ലെങ്കിൽ കറുത്തിട്ട് പൊങ്ങി എന്നൊക്കെയാണ് തള്ളി മറച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിയിൽ കൂടിയുള്ള ട്രീറ്റ്മെന്റുകളൊന്നും പറയത്തില്ല. അതുപോലെ തന്നെ ഫേസിൽ ഓരോ അൽക്കുലത്ത് ക്രീമുകൾ വാരി തേച്ച് പ്രൊമോഷൻ ചെയ്യുന്നതിനെ തുടർന്നിട്ട് സൈഡ് എഫക്റ്റുകൾ വരുമ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കും ലക്ഷങ്ങൾ ഈ പറയുന്ന പ്രൊമോഷൻ വഴി നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവസാനം സ്വന്തമായിട്ട് തന്നെ കുഴി കുഴിച്ച് അതിൻ്റെ അകത്ത് കയറിയിരുന്ന് മണ്ണ് തലയെ കൂടിയിട്ട അവസ്ഥയാണ് ഇപ്പോൾ ഇവൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റീസൺ വെറുതെ ഇരുന്നിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് അവരെ അങ്ങോട്ട് ചൊറഞ്ഞു. എന്നിട്ട് അവരുടെ പേര് പറഞ്ഞില്ല, അങ്ങനെ ആർക്കും പേര് അറിഞ്ഞൂടാതെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവളെ അതിബുദ്ധിയിൽ തന്നെ ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങി കമന്റ് ബോക്സിൽ പേരിട്ട് അതിനെ പിൻ ചെയ്ത് വെച്ച് ഇന്നാപിടി അമ്മച്ചിയുടെ മാവുങ്കൽ അവിടെ നിന്ന് തുടങ്ങി നാശമാണ് നിന്റെ നാശം. ഉള്ള കാര്യം പറയല്ല, നിന്റെ ഫേക്ക് പേഴ്സണാലിറ്റി എക്സ്പോസ് ആയി. അപ്പൊ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പൊ ഭർത്താവിന്റെ ജോലി എങ്ങനെ പോകുമെന്നല്ലേ. കാരണം നിന്നെ ട്രീറ്റ്മെന്റ് കൊണ്ടുപോയ ആ ഒരു സാഹചര്യങ്ങളിലെല്ലാം ഭർത്താവുണ്ട്, അവിടെ സംസാരിച്ച ഓരോ സീനിലും ഭർത്താവുണ്ട്, CCTV ഫുട്ടേജിൽ അടക്കം ഭർത്താവുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇനി കോടതി കേസ് അന്വേഷണങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മിക്കവാറും നിന്റെ ഹസ്ബൻഡിന്റെ ജോലി പോവും. ജോലി പോയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സസ്പെൻഷനെങ്കിലും കിട്ടാനുള്ള എല്ലാ മണവും ഞാൻ ഇങ്ങനെ ഗണിച്ചറിയുകയാണ്. മിക്കവാറും സംഭവിക്കും ഇങ്ങനെ പോവുകയാണെങ്കിൽ. ആ ക്ലിനിക്കുകാരോട് മാപ്പും പറഞ്ഞ് കൈയെടുത്ത് തൊഴുതിട്ട് പറ്റിപ്പോയി, എനിക്ക് കൊളാബ് വരാത്തതിന്റെ വിഷമം തീർത്താണ് എന്നങ്ങ് പറഞ്ഞൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വെറുതെ വിടും. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അവരിതെല്ലാം കൂടി തെളിവുകളടക്കം ഹാജരാക്കി അങ്ങ് ഇങ്ങ് കേട്ട് ഓരോ പരിപാടികൾ ചെയ്യുമ്പോൾ അവസാനം ഹസ്ബൻഡിന്റെ പേരിൽ വരെ കേസാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ സസ്പെൻഷൻ കൺഫേം ആവും. അതുകൊണ്ട് മൊത്തത്തിൽ മൂഞ്ചാനുള്ള ഒരു പരിപാടി ഞാൻ മണത്തറിയുന്നുണ്ട്. ഒരു കണിയാനെ വല്ലം കണ്ട് സമയമൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. സമയദോഷമുണ്ട്, എവിടെയോ എന്തോ തകരാറ്. പിന്നെ സമയദോഷമൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഒരുപാട് നാട്ടുകാരെ പറ്റിച്ചതിന്റെ കർമ്മ അടിച്ചതെന്ന് നമുക്ക് പറയാം. ഇതുപോലെ നാട്ടുകാരെ പറ്റിച്ച് ഓരോ അൽക്കുലത്ത് ക്രീമുകൾ എടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാത്തിനും തിരിച്ചടികൾ കിട്ടുമെന്നുള്ളൊരു കാര്യം നമ്മൾ മാറ്റിവെക്കേണ്ടതേ ഇല്ല. കൺഫേം ആയിട്ട് കിട്ടാൽ ഒരു മാറ്റവും കാണത്തില്ല. എന്തായാലും കിട്ടട്ടെ. കർമ്മ ഈസ് എ ബൂംറാക്ക് എന്ന് പറയുന്നത് പോലെ എല്ലാം തിരിച്ചടിക്കട്ടെ. കാരണം നീ ഒരുപാട് ആൾക്കാരെ പറ്റിച്ച്, നിന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഓഡിയൻസിനെ പറ്റിച്ചു. പക്ഷെ ഇപ്പോഴും ഇവളുടെ കമന്റ് ബോക്സിൽ കിടന്ന് അയ്യോ കല്യാണി ചേച്ചി ഉയിര് തൈര് സൂപ്പർ എന്നൊക്കെ പറഞ്ഞും കൊണ്ട് വെളിവും വെള്ളിയാഴ്ചയും ബോധമില്ലാത്ത കുറെ എണ്ണം കിടന്ന് തുപ്പുന്നുണ്ട്. ഇനി ഇവളുടെ വേക്കപ്പ് ആണോന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കുറെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു വോയിസ് കൊടുക്കാം. അനന്ത് ഡോക്ടറെ വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളാണ്, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ആ വോയിസ് ഫുള്ളൊന്ന് കേൾക്കുക. കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. 2-3 മാസം മുന്നേ ഒരു കൺസൾട്ടേഷൻ റൂമിലിരുന്ന് സംസാരിച്ച ഒരു കാര്യം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസും മെറ്റീരിയൽസും ഒന്നുമില്ല. തിരിച്ചൊരു കോമൺ സെൻസ് ചോദ്യം മാത്രമേ ഉള്ളൂ. മാമിന്റെ അടുത്ത് ആണ് ആദ്യം ഇവര് വന്നത് അപ്രോച്ച് ചെയ്യുന്നത്, കൊളാബിന്റെ കാര്യം പറയുന്നത്. എന്റെ അടുത്ത് തന്നെ. കാരണം ഞാനാണല്ലോ അവിടുത്തെ മുതലാളി. വേറെ അതെ. ആരുടെ സംസാരിച്ചിട്ട് കാര്യമില്ല. കാര്യം അതാണല്ലോ ദേവ് മറ്റേ ഞങ്ങളുടെ ഒരു മാനേജറിന്റെ ആദ്യം വിളിച്ചിരിക്കുന്ന ഒരു വോയിസ് നോട്ടിലുണ്ടല്ലോ. ആ കുട്ടി പറയുന്നുണ്ടല്ലോ സിഇഒയുടെ ഒരു രീതി വെച്ചിട്ട് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഒന്നെങ്കിൽ ഈ ജീവലക്ഷ്മി കല്യാണി മറ്റേ സ്റ്റാഫുകളുടെ അടുത്ത് നേരത്തെ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. ഞാൻ എന്റെ അടുത്ത് വന്ന് സംസാരിച്ച കാര്യം ഞാൻ ഈ പറയണത്. എന്താ അവര് അതും പറഞ്ഞത്? ആദ്യം അതൊരു 3-4 മാസം മുന്നേ. അതൊന്നും ഇപ്പൊന്നല്ല 3-4 മാസം മുന്നേ പ്രൊഡക്ട്സ് ആദ്യം അയച്ചു തരുവോ എന്ന് ചോദിച്ച്
അയച്ചു തരുമോ എന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെ ഒരു എൻഡോഴ്സ്മെന്റ് നമുക്കില്ല. നമ്മൾ ഒരു ഇൻഫ്ലുവൻസേഴ്സിനെയും കൊണ്ടും അങ്ങനെ ഒരു പ്രൊഡക്ട്സ് പ്രൊസീജിയർ ഫോർഗെറ്റ് ഇറ്റ്. അതല്ലാതെ തന്നെ പ്രൊഡക്ട്സുകൾ നമ്മൾ അയച്ചു കൊടുത്ത് അങ്ങനെ ഒരു പ്രൊമോഷൻസ് ഒന്നും ഇല്ല. അപ്പോ ഇല്ല ജീവലക്ഷ്മി. എനിക്കിപ്പോ നല്ല ഓർമ്മയുണ്ട്. അത് ഏത് മാസം എന്നുള്ളതൊക്കെ കറക്റ്റ് പിൻ ഡൗൺ ചെയ്ത് ഓർമ്മയൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത് അന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ മെയ് 30 അവര് ഡയറക്റ്റ് ആയിട്ട് വരികയാണ് ചെയ്തത്. വന്നിട്ട് അവര് പറഞ്ഞതെന്ന് വെച്ചാല് ഡോക്ടറെ ഞങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു. ഇത് ഈ പറഞ്ഞ മാതിരി ഇത്ര ഒന്നും റേറ്റ് അവിടെ ഇല്ല. ഓക്കെ. ആ റേറ്റ് അവിടെ ഇല്ലാത്ത പക്ഷം ഒന്നുകിൽ ഈ പറഞ്ഞ മാതിരി നമുക്ക് അവിടെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഡോക്ടറിന്റെ ഈ പറഞ്ഞ ഒരു പ്രോട്ടോകോൾസോ അല്ലെങ്കിൽ ഫയൽസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹാർഡ് കോപ്പി ഫയൽസുകളോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇവരെ മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതും കാര്യങ്ങളൊക്കെ ഒന്ന് തരണം. പേപ്പറായിട്ട് തരണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ ഫ്രീ ആയിട്ട് ഇനി കൊളാബ് തരണം. ഓക്കെ. സോ ബേസിക്കലി വാട്ട് വാസ് ഇത് ദിയർ മാമിന്റെ ഇന്റന്റ്? അടുത്താണോ പറയുന്നത്? അതല്ലേ മെയ് 30 ഫൂട്ടേജ് അവരടുത്ത് റിലീസ് ചെയ്യാൻ പറയുന്നത്. എന്നോടാ പറയുന്നത്. അതുകൊണ്ട് അവിടെ ഒരു മെയ് 1 വന്ന് ബില്ല് ചോദിച്ചു എന്ന് പറയുന്നത്. നോ, മെയ് 30 എന്നോട് സംസാരിച്ചു. ഞാൻ തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തത്. എന്നോട് സംസാരിച്ച കാര്യങ്ങളല്ലേ ഈ പറയണത് ഞാന്. അപ്പൊ ഓക്കെ. അതൊരു കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ് വേണ്ട. ഞാനിപ്പോ നുണ പറയണെന്ന് തന്നെ വിചാരിക്ക്. നാട്ടിലിപ്പോ കോമൺ സെൻസ് ഉള്ളവന്മാരൊക്കെ ഉണ്ടല്ലോ, നുണ പറയണെന്ന് തന്നെ വിചാരിക്ക്. എന്തിനാ പിന്നെ അവര് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയേ? ബില്ല് മാത്രം ചോദിച്ചിട്ടോ എന്നോട്? ബില്ല് തരൂ എന്നും പറഞ്ഞിട്ടാണോ നേരെ കൺസൾട്ടേഷൻ റൂമിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്? വേറൊരു ഈ കാര്യം കൂടി സാധനം ചോദിക്കട്ടെ. ഈ മെയ് 13 എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് ജൂൺ 24 സംതിങ് അല്ലേ? ഉം. അപ്പോഴത്തേക്ക് കൺസൾട്ടേഷൻ റൂമിൽ CCTV കാണത്തില്ലേ? കൺസൾട്ടേഷൻ റൂമിൽ അല്ലെങ്കിലും CCTV ഉണ്ട്. കൺസൾട്ടേഷൻ റൂമിലത്തെ അന്നേരം CCTVകൾ ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം കൺസൾട്ടേഷൻ റൂമിലുള്ള ഒരൊറ്റ CCTVസും നമ്മുടെ ഒരു ക്ലിനിക്സിലും വർക്ക് ചെയ്യിപ്പിക്കാത്ത എന്താ വെച്ചാൽ, ഈ ക്ലിനിക്കൊക്കെ പ്ലാൻ ചെയ്ത സമയത്ത് നമ്മുടെ എഞ്ചിനീയർ അവിടെ എല്ലൊക്കെ വെച്ചിട്ടുണ്ട്. പ്രൊസീജിയർ റൂംസിൽ മാത്രം വെച്ചപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഇൻസ്ട്രക്ഷൻസ് പ്രൊസീജിയർ റൂംസിൽ ഒന്നും CCTV പാടില്ല എന്നുള്ള നമ്മുടെ ആർക്കിടെക്റ്റിന്റെ കൊടുത്തപ്പോൾ അയാൾ കൊണ്ട് കൺസൾട്ടേഷൻ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കൺസൾട്ടേഷൻ റൂമിൽ വെച്ചപ്പോൾ ഞങ്ങൾ ക്യാമറ കട്ട് ഓഫ് ചെയ്തു. കട്ട് ഓഫ് ചെയ്തതിനുള്ള ഉത്തരം ഇതാണ്. ഒരാൾ വന്ന് കൺസൾട്ടേഷൻ റൂമിൽ എനിക്ക് വന്ന് അവരുടെ ബോഡിയിലത്തെ പാർട്സ് ഒക്കെ മറ്റേ മാർക്കുകളൊക്കെ കാണിച്ചു തരുമ്പോ അത് ക്യാമറയിൽ പതിയാൻ പാടുവോ? ഇല്ലല്ലോ. ഓക്കെ, റൈറ്റ്. അതുകൊണ്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്ത് ഈ പറഞ്ഞ പോലെ ഈ ഉള്ളിൽ എന്താ കോമൺ ഏരിയയിലുള്ള മനസ്സിലായി, CCTV മനസ്സിലായി. കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫുട്ടേജസ് ഉള്ളൂ. ഈ അതിപ്പോ ഞാൻ CCTVക്ക് വേറെ എന്തെങ്കിലും കാര്യം ഓഡിയോ പറയാം. റെക്കോർഡിംഗ് ഉള്ളതാണോ പുറത്ത് വെച്ചിട്ടുള്ളത്? ഇല്ല. അത് ദേ ഞങ്ങൾ ഇപ്പൊ ഫുൾ കംപ്ലീറ്റ്ലി ഇപ്പൊ റീവാമ്പ് ചെയ്തിട്ട് ഓഡിയോയും കൂടെ കേട്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഈ ഇതിപ്പോ രണ്ടാമത്തെ ഞങ്ങൾക്ക് ഇപ്പൊ ഇത്രയും കാലയളവിൽ നമ്മൾ ബിസിനസ് ചെയ്തിട്ട് നമുക്ക് ഇന്നേ വരെ ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു വിഷയം ഉണ്ടാവുമ്പോഴാണ് നമ്മളൊക്കെ ആലോചിക്കുള്ളൂ. ഓഡിയോ സിസ്റ്റം കൂടെ വെക്കും. നമ്മളതൊക്കെ അപ്ഗ്രേഡ് ചെയ്യണ്ട്. കാരണം നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ ബിസിനസ്സിൽ മനസ്സിലാവുക. ഇതും കൂടെ അതെ, വെക്കുന്നു. അതെ. ആരെങ്കിലും സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചിട്ടുണ്ടോ? ഒരാൾ വന്ന് കൊളാബ് ചോദിച്ചു. ഇല്ല അവർക്ക് മുന്നോട്ട് കാര്യങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഹാർഡ് കോപ്പി വേണമെന്നുള്ള പറഞ്ഞതിന്റെ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുള്ളത് ആ കുട്ടിക്ക് എന്താ വല്ല മുഖത്ത് ഞങ്ങൾ പൊള്ളൽ വരുത്തിച്ചിട്ടുണ്ടോ? ആ അല്ല, വന്ന അതാ സ്കിന്നും ഞാൻ ചോദിക്കാൻ വന്നത്. അവരിപ്പോ പറയുന്നത് പാരമ്പര്യമായിട്ട് ഒരു കറുത്ത പാട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മാമും അതും മറ്റേ സ്റ്റാഫ് കുട്ടിയും പറയുന്നത് സ്റ്റെറോയിഡ് യൂസ് ചെയ്തിട്ടാണ് അവർക്കത് പറ്റിയെന്ന്. അതിന്റെ ഒരു സംഭവം എന്താ? ഈ 8 കൊല്ലം ഞാൻ കണ്ടു ആ വീഡിയോ. 8 കൊല്ലന്നോ പാരമ്പര്യമായിട്ട് ഉള്ളൊരു പാട്. ഓക്കെ. ആ പാട് 8 കൊല്ലമായിട്ടാണ് ആള് ആദ്യം ഇട്ടിരിക്കുന്ന വീഡിയോ എന്താണ്? എനിക്കൊരു മുഖത്തൊരു പാട് വന്നപ്പോൾ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് കാണിക്കാൻ നോക്കി. അപ്പൊ ഈ 8 കൊല്ലമായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനും പോയി കാണിച്ചിട്ടില്ലേ? അത് ആ സ്റ്റിറോയിഡ് ക്രീമിന്റെ എന്താണ് ആ സ്റ്റിറോയിഡ് ക്രീം ഉപയോഗിച്ചെന്നും എത്ര നാളത് ഉപയോഗിച്ചു എന്നുള്ളത് കൃത്യം കണക്ക് നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിയിലുണ്ട്. വേറെയും കുറെ മെഡിക്കൽ കാര്യങ്ങളുണ്ട്, ഹിസ്റ്ററീസിലുണ്ട്. അപ്പം ഇതിപ്പോ ഈ നടക്കണത് പാട് വന്നത് ഈ പറയുന്ന പാരമ്പര്യമായിട്ടുള്ളതല്ല. ഈ സ്റ്റെറോയിഡ് യൂസ് ചെയ്തതിന് ശേഷം വന്നതാണ്. അല്ലല്ലല്ലല്ലല്ല. ആ കുട്ടിയെ 2 കാര്യം ഇവിടെ കാണിക്കുന്നത്. ഒന്ന്, ആള് അച്ഛന്റെ പാട് എന്ന് വന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മൂപ്പര് ഈ സൈഡിലുള്ള ഒരു മെലാസ്മ എന്ന് പറഞ്ഞ നമ്മളൊരു പിഗ്മെന്റേഷൻ വന്ന കാര്യം ഒന്ന്. അതാണ് ഇപ്പൊ ആള് പറഞ്ഞോണ്ടിരിക്കുന്നത് 8 മാസം അതിനല്ല ഇവിടെ ചികിത്സയ്ക്ക് വന്നത്. ഓക്കെ, മൊത്തമായിട്ടുള്ള ഒരു സ്കിന്നിന്റെ ഒരു വേറൊരു ഒരു മൊത്തം സ്കിൻ ബാരിയർ അത് ഞങ്ങളുടെ മാനേജറും പറഞ്ഞല്ലോ അതിന്. അത് സ്കിൻ മനസ്സിലായി. ബാരിയർ എന്ന് വെച്ചാൽ ബാരിയർ എന്ന് പറഞ്ഞാൽ മുഖത്തുള്ളൊരു ഇപ്പൊ പാത്രത്തിനൊരു ടെഫ്ലോൺ കോട്ടിംഗ് പോലെ നമുക്കൊരു പ്രതിരോധ ശക്തി തരുന്ന ഒരു കോട്ടിംഗ് ഉണ്ട് സ്കിന്നിന്. അത് പോയി. അതുകൊണ്ടാണ് എന്ത് തേക്കുമ്പോഴും ആൾക്ക് റിയാക്ഷൻ വരുന്നത്. അത് കുറേ പ്രൊഡക്ട്സ് ഉപയോഗിച്ചാൽ മിക്ക ആൾക്കാർക്കും അത് പ്രശ്നം വരാറുണ്ട്. നമ്മുടെ ക്ലിനിക്കിലാണെങ്കിലും ഈ ചെറിയ കുട്ടികൾ ഈ കൊറിയൻ പ്രൊഡക്ട്സുകളൊക്കെ കുറേ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് വരുമ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഈ 20 വയസ്സിന് താഴെയും 20 വയസ്സ് ഈ ഏർലി 20s ഉള്ള ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾ പറയുന്നതാണ് ആ പ്രൊഡക്ട്സ് അങ്ങോട്ട് നിർത്തിയാൽ മതി. അപ്പോ സെൽഫായിട്ട് സ്കിന്ന് റിപ്പയർ ചെയ്യും. ജീവലക്ഷ്മിക്ക് 20 വയസ്സല്ല 18 വയസ്സല്ലല്ലോ. ആ 18 വയസ്സല്ലാത്തത് കൊണ്ട് ആ സ്കിന്നിനെ സെൽഫ് റിപ്പയർ ചെയ്യിപ്പിക്കാനുള്ള ഒരു സമയം ഇല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു റിപ്പയറിംഗ് ക്വാളിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്ലൂട്ടതൈൻ ഇൻഫ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യം ഈ 8 മാസത്തിലെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാ. 8 മാസത്തിൽ ഒരൊറ്റ പ്രൊസീജിയർ ഞങ്ങൾ മുഖത്തിന് മേലെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇന്റേണലി നമ്മൾ കറക്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ് ആ സ്കിന്ന്.
ആ ഒരൊറ്റ ബാക്കി എല്ലാ കോസ്മെറ്റോളജി ക്ലിനിക്സിനൊന്നും നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. മനസ്സിലായി. എന്തുമാതിരി പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം ഇതിന്റെയൊക്കെ ഇരിപ്പുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാധൂകരിക്കുന്ന തരത്തിലുള്ള? എല്ലാം ഉണ്ട്. എന്താണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്? കുട്ടി വേറൊരു ശുദ്ധ നുണ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഈ സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതല്ലേ? അതെ, അതെ. അത് ഞാൻ ആലോചിക്കണേ, എന്തുമാതിരി വിഡ്ഢിയായിരിക്കണം അതങ്ങനെ പറയണെങ്കില്. കാരണം സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് അല്ലാതെ വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത കാര്യത്തിന്റെയൊക്കെ മെഡിക്കൽ റെക്കോർഡ്സ് ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അതിന്റെ എല്ലാത്തിനും ബില്ലുണ്ടല്ലോ. നിങ്ങൾക്കിപ്പോ ഒരു വേണ്ട ഉദാഹരണം ഞാൻ പറയാണ്. മുഖത്തൊരു പാട് വന്ന് മാറ്റാൻ വന്ന ഒരാള്. ഓക്കെ. ഇത് ഹൈപ്പോത്തറ്റിക്കലി മനസ്സിലാക്കും. ഇപ്പൊ നിങ്ങൾ അനന്ത് വന്നിട്ട് മുഖത്തൊരു പാടുണ്ടെന്നും പറഞ്ഞ് വന്നു. ആ ഉം, പാട് ഉം. എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു തരേണ്ട ഒരാളാണ് ഞാൻ. അതിനൊരു ട്രീറ്റ്മെന്റും എന്താന്നുള്ളത് മുന്നോട്ട് പറയണം. പക്ഷെ പരസ്യം പോലെ പിറ്റേ ദിവസത്തെ ശരിയാവില്ലല്ലോ. ശരിയാവില്ല. അപ്പൊ ഒരു 3, 4 മാസം കഴിയുമ്പോൾ അതങ്ങട് ശരിയാവും. ഈ 4 മാസത്തിനുള്ളിൽ ശരിയായിട്ടില്ലെങ്കിൽ അവർക്ക് ഒച്ചയുണ്ടാക്കാം. കറക്റ്റ്. ഇല്ലെങ്കിൽ അവർക്ക് ഞങ്ങളുടെ അടുത്ത് നിർത്തിപ്പോവാം. ഈ 4 മാസം കഴിഞ്ഞപ്പോ അവര് ഹാപ്പിയായി പാടുന്ന ആ മുഖത്ത് ഈ പറഞ്ഞ മാതിരി ആ ബാരിയറിനൊന്നും പ്രശ്നമില്ലാതെ അത് കറക്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ മുഖത്തെ പാട് മാറ്റാൻ വന്നവൻ പിന്നെ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ, ഇല്ലെങ്കിൽ ലേസർ ഹെയർ റിമൂവലിന് വേണ്ടിയിട്ടോ, ഇല്ലെങ്കിൽ ഈ പറഞ്ഞവര് വേറെന്താ മൈക്രോ ഡെർമാബ്രേഷന് വേണ്ടിയിട്ടോ വേറെന്തെങ്കിലുമൊക്കെ സന്തോഷം വന്ന് അവർ വേറെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതെ, ആ അതെ, ചെയ്തതിന്റെ എല്ലാത്തിനും കൺസെന്റ് ഫോം അവർ ഒപ്പിട്ടിട്ടുണ്ടാവുമല്ലോ. അവരൊപ്പ്. അതിന്റെ അതെ. കൂടെ ഞങ്ങള് അത് ചെയ്തിരിക്കുന്ന മരുന്ന് എന്താന്നുള്ളതും, ഇല്ലെങ്കിൽ അതിനെന്താ ചെയ്തിരിക്കുന്നതിനുള്ള ഇൻവെന്ററിയിൽ നിന്ന് പോയിരിക്കുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ. ഉം. അത് ബില്ലിലും ഉണ്ടാവുമല്ലോ. പിന്നെ ഉറപ്പായിട്ടും. എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ നുണ പറയാൻ പറ്റാ? ഞാൻ വേറെ ഒന്നും അവിടുന്ന് ചെയ്തിട്ടില്ല എന്നുള്ളത്. അത് ഞാൻ പറയുന്നത് എന്തോ ഒരു ബുദ്ധിക്കുറവ് ആ കൊച്ചിനുള്ളത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഞാൻ അവിടുന്ന് വേറെ ഒരു ട്രീറ്റ്മെന്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ, ഞങ്ങളെ പോലത്തെ ക്ലിനിക്ക് വെറുതെ ഒരു കൺസെന്റും ഒന്നും ഇല്ലാതെ വെറുതെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചെയ്ത് തന്നാ മോളെ പൊയ്ക്കോന്ന് പറയോ? ഇതിന്റെ എല്ലാത്തിനും അതെന്താ അറിയോ? ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഇവർ ഒപ്പിട്ട് വന്നേക്കുന്നുണ്ട്, ബാക്കി ട്രീറ്റ്മെന്റ് 100% ചെയ്തതിന്റെയും മെഡിസിൻ 100% ഇനി വാങ്ങിയതിന്റെ വേറെ വശം എല്ലാത്തിന്റെയും. ഞാൻ പറഞ്ഞുതരാം. വേറെ വശം പറഞ്ഞുതരാം. ഇതില് അവർക്ക് മെയ് 30-ാം തീയതി വന്ന് അവര് ഒച്ചുണ്ടാക്കുന്നതിനിടയില് ഭർത്താവ് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താ പറയാ, നിങ്ങള് 3 ml കാര്യം ആ കുട്ടിയുടെ മുഖത്ത് ചെയ്തിരിക്കുന്ന ഒരു പ്രൊസീജിയറിന് ഇത്ര ml സിറിഞ്ച് വേണമെന്നുള്ളതുണ്ട്. അപ്പൊ 3 ml സിറിഞ്ചാ ഞങ്ങൾ എടുത്തത്. അപ്പൊ പെട്ടെന്ന് ഭർത്താവ് ചോദിച്ചു, "ഈ 3 ml സിറിഞ്ച് നിങ്ങൾ കാശ് വാങ്ങിച്ചിട്ട് 2 ml കുത്തിയിട്ടുള്ളൂ എന്നുള്ളത് എങ്ങനെ അറിയാം?" എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൽ എനിക്കറിയാം ഏതെങ്കിലും ഡെർമറ്റോളജിസ്റ്റ് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതാ അവർക്ക്. അവര് പോയിരിക്കുന്ന ഒരു ഡെർമറ്റോളജി ക്ലിനിക്കിൽ എന്താ പറയുക ഇത് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോ നിങ്ങളുടെ മുഖത്തൊന്നും കുത്തിയിട്ടുണ്ടാവില്ലാട്ടോ. അതൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ നിങ്ങളുടെ യൂട്യൂബേഴ്സിന് അവിടേക്കും ഇവിടേക്കൊക്കെ ഒരു ഉം, പാരവെപ്പ് ഉണ്ടാവില്ലേ? ഉം, ഉം, അതുപോലെ ഉം. നമ്മുടെ ഇൻഡസ്ട്രിയിലും ഒരു ഡോക്ടർ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്ക്. ഞാൻ എന്താ അത് പറഞ്ഞ ഉടനെ ചെയ്തതെന്നറിയോ? ആ ഫയൽ അങ്ങട് അവർക്ക് തിരിച്ചു വെച്ച് കൊടുത്തിട്ട് 3 ml സിറിഞ്ചിന്റെ 3 സ്റ്റിക്കർ കാണിച്ചു കൊടുത്തു. ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റിക്കറിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ഒരു മുഖത്ത് ഒരു സാധനം കുത്തുമ്പോ അത് ഏത് സിറിഞ്ച്, ഏത് ബാച്ച്, എന്ത് കുത്തി എന്നുള്ളത് മെഡിക്കൽ കമ്പനിക്കാരെ ലേബിളിംഗ് ഉണ്ട്. അത് ഞങ്ങളുടെ ഫയലിൽ ഒട്ടിക്കണം. നാളെ ഏതെങ്കിലും ഒരാൾക്കേ എന്തെങ്കിലും ഒരു സിറിഞ്ച് കാരണം ബുദ്ധിമുട്ടുണ്ടായാൽ അത് ഈ ബാച്ചിൽ നിന്നുള്ള സിറിഞ്ചിൽ നിന്നാണ്. അലർഗാൻ കമ്പനി എന്ന് പറയുന്നത് multi-billion dollar കമ്പനി, ലോകം മൊത്തമുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് ഇതാണെന്ന് കണ്ടുപിടിക്കാൻ അത്ര അത്ര സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ സിസ്റ്റത്തില്. അപ്പൊ ഞാനിത് തിരിച്ച് കാണിച്ചു കൊടുത്തപ്പോ അവർ രണ്ടുപേരും അവിടേക്ക് നോക്കി. അപ്പൊ സംഭവം എന്താണെന്നറിയോ? ഇത് കൊളാബിൽ ഇപ്പൊ എല്ലാരും ഇപ്പൊ യൂട്യൂബിൽ പറഞ്ഞത് കൊളാബ് ചോദിച്ചിട്ട് കിട്ടിയില്ല, കൊളാബ് ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ളത്. ഇതിന് വേറൊരു വിഷയം എന്താന്ന് വെച്ചാല് ആ ഡെർമറ്റോളജിസ്റ്റ് ഇവരൊന്ന് കുത്തി ഇളക്കി വിട്ടു. വിട്ടപ്പോ അവർക്ക് പെട്ടെന്ന് തോന്നി, ആഹാ ഇത് ഇത്രയും വിലയൊന്നും ഇല്ല. ഇവര് നമ്മളെ പറ്റിക്കുന്നുണ്ടോ? ആ ഒരു ചിന്തയിൽ വന്നിട്ട് അവര് വന്നിട്ട് ഞങ്ങൾക്ക് ഇത് ഇവിടുന്ന് വേണ്ട. ഇനി ബാക്കിയുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരണം. അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് താ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോട്ടോകോൾസ് താ. ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് ചെയ്യട്ടെ. ഇതെപ്പോഴാ ഇതില് പറയുന്നത് ഈ കാര്യം? ഈ ഇതൊക്കെ മെയ് 30-ാം തീയതി എന്നോട് ഇല്ലെങ്കിൽ എന്താ അറിയോ, ഏറ്റവും ഞാൻ പറയും എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഈ ഒരു കാര്യത്തിന് ഞാനും ഇത് പറഞ്ഞ് ഓരോന്ന് തെളിയിപ്പിക്കായിരുന്നു. എന്ന് വെച്ചാൽ ഒന്ന്, ജീവലക്ഷ്മി അല്ലേ ഇത് ആദ്യം ഇട്ടത്. അതിനുള്ളൊരു എവിഡൻസ് ഞങ്ങൾ ആദ്യം കൊടുത്തു. രണ്ടാമതൊരു വീഡിയോ വന്നു, അതിന് CCTV ഫുട്ടേജ് കൊടുത്തു അല്ലേ. ഇനി ഒരു കാര്യം ചെയ്യ്, ആ ബില്ല് കിട്ടിയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. ഒരൊറ്റ കാര്യം, ജീവലക്ഷ്മി ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊസീജിയറും GPayയിൽ നടത്തിയിരിക്കുന്ന എല്ലാ എമൗണ്ടും പുറത്തൊരു സപ്പോർട്ടിങ് അപ്പൊ മൂപ്പര് എന്താ ചെയ്തിരിക്കുന്നതെന്നും അതിന്റെ ഉള്ള എമൗണ്ട് അപ്പൊ എന്താ പറയുക ഞങ്ങൾ സേഫായി. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് ബില്ല് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സുഖമായിട്ട് ഞങ്ങൾ ഡിഫമേഷൻ കേസ്, പേഷ്യന്റ് പ്രൈവസി പോളിസി പലതും പറഞ്ഞ് ഞങ്ങളുടെ മേത്ത് കേസ് വരാം. ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ വന്നതും അതാണ്. ദയവ് ചെയ്ത് ഇനി കൂടുതൽ എവിഡൻസസ് കൊടുക്കല്ലേ. ഡോക്ടർ ഇന്റർവ്യൂ കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല, നിങ്ങളുടെ ബ്രാൻഡിനെ ബാധിക്കുള്ളൂ. എവിഡൻസ് കൊടുക്കല്ലേ. ഇത് കോടതിയിലായി. മനസ്സിലായി, ആയിക്കോട്ടെ. മനസ്സിലായി. അതെ, അതെ, അതെ. ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ഞാൻ പറഞ്ഞത് യു ഇൻസ്റ്റിഗേറ്റ് ഹെർ. നിങ്ങൾ പറയ്, അവരടുത്ത് പറയ്, നിങ്ങൾ ഇട് എന്ന് പറഞ്ഞാൽ
ഇട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലീഗൽ നോട്ടീസ് പറയാം. ഹലോ, ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരം ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ തന്നെ ഇട്ടേ പറ്റൂ എന്നുള്ളത് പറയാം. ഈ ബില്ലിന്റെ കാര്യമേ അവര് ഉം. പറയുന്നത് കൊടുത്തില്ല, പിന്നെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എഴുതി മേടിപ്പിച്ചു എന്നുള്ളത്. ആ, അതെന്താ, ബില്ല് കൊടുക്കാതിന്റെ അതിനുത്തരം കാര്യം പറഞ്ഞുതരാം. എന്തായിരുന്നു? അല്ല. ബില്ല് കൊടുക്കാതിരുന്നിട്ടില്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഓരോ ക്ലയന്റും ഇറങ്ങിപ്പോണ സമയത്ത് അവർക്ക് ഹാർഡ് കോപ്പി കൊടുക്കും. ഹാർഡ് കോപ്പി അല്ലെങ്കിൽ ചില ആൾക്കാർ ഡിജിറ്റൽ കോപ്പി ആയിരിക്കും. കഴിഞ്ഞ 1.5 മാസമായിട്ട് ഞങ്ങൾക്ക് ഓഡോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ അറിയോ? ഇല്ല ഇല്ല. ഓഡോ പ്ലാറ്റ്ഫോം. ഓഡോ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ലോകം മൊത്തമുള്ള ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയിലത്തെ ഇ ആർ പി സിസ്റ്റം ഓഡോ സോഫ്റ്റ്വെയർ വഴി ഇപ്പോൾ ഒരു ക്ലയന്റ് ഇറങ്ങി പോകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്ത്, എന്ന് വെച്ചാൽ ഒരു ക്ലയന്റിന്റെ ഫുൾ പ്രൊസീജിയർ കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രോസസ്സ് കഴിഞ്ഞു, എല്ലാ ടച്ച് പോയിന്റ്സും കഴിഞ്ഞു എന്ന് ഫ്രണ്ട് ഡെസ്ക് ക്ലിക്ക് ചെയ്താൽ, ചെക്ക് ഔട്ട് ചെയ്തു എന്ന് ക്ലിക്ക് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ആ ക്ലയന്റിലുള്ള ആഫ്റ്റർ കെയർ പ്രിസ്ക്രിപ്ഷനും ബില്ലും ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ തന്നെ ജനറേറ്റ് ചെയ്ത് അവരുടെ രജിസ്റ്റേർഡ് നമ്പറിലോട്ട് വാട്സാപ്പിലോട്ട് പോണ സിസ്റ്റം വരെ ഒന്നൊന്നര മാസമായിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഉണ്ട്. അപ്പോ ഇവര് ഈ പറയുന്നത് വാട്സാപ്പിൽ അയക്കും എന്ന് പറഞ്ഞിട്ട് വന്നില്ലെന്നാണല്ലോ. ഇതിനിപ്പോ വീഡിയോ കോളിൽ വന്നാല് എന്റെ ട്രിവാൻഡ്രം ക്ലിനിക്കാര് അവർ അയച്ചു കൊടുത്തിരിക്കുന്ന എന്താ പറയാ വാട്സാപ്പിന്റെ എന്താ പറയാ എല്ലാ എന്താ പറയാ സ്ക്രീൻഷോട്ട്സുകൾ കാണിച്ചു തരാൻ എനിക്ക് പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ വേണ്ട, അനന്തു, നാട്ടിലെ 15 കൊല്ലമായിട്ടേ ആർക്കും ബില്ലൊന്നും കൊടുക്കാതെ നമുക്ക് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇന്നേ പറ്റത്തില്ല, വരെ ഞങ്ങൾക്ക് ശരിയാണ്. ഇൻകം ടാക്സ് റെയ്ഡ് ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. നാട്ടിൽ ഇത്രമാത്രം, അതും വളരെ പ്രോമിനന്റ് ആയിട്ട് ഞാൻ നിന്നൊരു പാർട്ടി, ഒരു ക്ലയന്റ് വന്ന് പോകുമ്പോ ബില്ല് കൊടുക്കാതെ ഇങ്ങനെ ഞങ്ങൾ സർവൈവ് ചെയ്യോ? അതിന് ബില്ല് കൊടുക്കാതിരിക്കേണ്ട ആവശ്യം എന്താ? അത് പറ. അത് നമുക്ക് ചർച്ച ചെയ്യാം. കൊടുക്കാതിരിക്കേണ്ട ആവശ്യം എന്താ? ഞങ്ങൾ ക്യാഷ് ശരിയാണ്. ആയിട്ട് എടുത്തുന്നോ? ക്യാഷ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ അപ്പൊ പിന്നെ 2 സൈഡിലും തെളിവുണ്ടാവില്ലല്ലോ. അവർ ക്യാഷ് ആയിട്ട് തന്നതും ഉണ്ടാവില്ല, ഞങ്ങൾ ബില്ലും കൊടുത്തിട്ടുണ്ടാവില്ല. അന്നേരം പിന്നെ നമ്മൾ ഈ ബില്ല് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ സൈൻ ചെയ്ത് കൊടുത്തത് പോലീസ് സ്റ്റേഷനിൽ? അത് പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഓപ്പറേഷൻ മാനേജർ മിസ്റ്റർ വിഷ്ണു ആണ് 2-ാം തീയതി ഞങ്ങളെ റെപ്രസെന്റ് ചെയ്ത് കൊച്ചി ഓഫീസിന്ന് തിരുവനന്തപുരത്ത് അവരെ വിളിപ്പിച്ചല്ലോ. നമ്മൾ അതെ. വിളിപ്പിച്ച സമയത്ത് നമ്മുടെ ഒരു ടീം മെമ്പറും പോണല്ലോ. പോയ സമയത്ത് ഇവരാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് കൊടുത്ത കാര്യങ്ങളാണ് വീണ്ടും ഇല്ല, ഞങ്ങൾക്ക് വീണ്ടും തരണം എന്നുള്ളത്, എന്താ പറയാ, വേണം എന്നുള്ളത് പറഞ്ഞു. ആ തരണം എന്നിട്ട് തരാലോ എന്ന് പറഞ്ഞപ്പോ നാളത്തേക്കും തരാലോ എന്ന് പറഞ്ഞ കുട്ടി ആ ഒരു വിഷ്ണു ഒപ്പിട്ടു. ഇല്ല, തരാത്ത സാധനം ഇനി തരും എന്നുള്ളതല്ല ഒപ്പിന്റെ അർത്ഥം. ഓക്കെ, ഓക്കെ, ഇനിയും കൊടുക്കാം. തന്ന സാധനങ്ങൾ ഇനിയും തരാം, ഇനിയും തരാം, എത്ര പേര് വേണമെങ്കിൽ. ഞാൻ ഇന്നലെ വിളിച്ചൊരു യൂട്യൂബറിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിലോട്ട് വന്നേ, നിങ്ങൾ ക്യാമറയും കൊണ്ട് എല്ലാവരും വന്നേ, ഞങ്ങൾ ബില്ല് ഞങ്ങളുടെ നിരത്തി പിടിച്ചുകൊണ്ട് കാണിച്ചു തരാം. നിങ്ങൾക്കത് വിശ്വാസമാണെങ്കിൽ മാത്രം നിങ്ങൾ യൂട്യൂബിൽ ഇട്ടാൽ മതി. മനസ്സിലായി. പിന്നെ വേറൊരു എല്ലാം കാര്യമേ, ഇവരുടെ ഉം. മുഖത്ത് ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് അത് കല്ലിച്ചു, അത് റെഡ് ആയിട്ട് വന്നു, പിന്നെ ഒരു ക്രീം കൊടുത്തു, അതിനുശേഷം കളർ ചേഞ്ച് ആയി എന്നൊരു സംഭവം അവർ പറയുന്നുണ്ട്. ആ പാടിപ്പ മുഖത്തുണ്ടോ? ലാസ്റ്റത്തെ വീഡിയോയില് എന്താ ഇല്ല, പറയുക വന്ന സമയത്തുണ്ടോ? അത് ഇല്ല. ആദ്യം ഒരു ചെയ്ത് ഇല്ല. PRP ആയിരുന്നോ? ഇല്ല, PRP ഒന്നും നമ്മൾ ചെയ്തു കൊടുത്തിട്ടില്ല. കാരണം PRP ഒന്നും വെച്ചിട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി സ്കിന്നിനില്ല. ഓക്കെ. PRP വെച്ചിട്ട് ഞങ്ങളെ സാധാരണ ഒരു ക്ലിനിക്കിൽ പോകുമ്പോൾ 4 PRP ചെയ്യൂ, സ്കിന്നിൽ ഇന്ന ചെയ്താൽ മതി, ഒരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്താൽ, ഞങ്ങൾ ആ ഗ്രൂപ്പ് അല്ല. ഒരു സ്കിന്നിന്റെ ക്വാളിറ്റി, പോറ്, ടെക്സ്ചർ, ടോണ്, ഇതിങ്ങനെ ഓർഡറിൽ കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ബേസ്ഡ് സിസ്റ്റമാണ്. ഓക്കെ. ഓക്കെ. അപ്പൊ ഓക്കെ. ക്വാളിറ്റി കറക്ഷൻ ആണ് ആദ്യത്തെ സ്റ്റേജ്. എന്ന് വെച്ചാൽ വീടിന് ഒരു ഫൗണ്ടേഷൻ കെട്ടുന്നത് പോലെ ക്വാളിറ്റി ഇല്ലാത്ത സ്കിന്നിന്റെ മേലെ എന്ത് ചെയ്യുകയാണെങ്കിലും അത് നിലനിന്ന് പോവില്ല. ഫേഷ്യൽ നമ്മൾ എന്താ പറയുക, മുഖത്ത് ഫേഷ്യൽ ചെയ്യുമ്പോൾ 2-3 ദിവസത്തേക്ക് ഒരു തിളക്കം കിട്ടും. ആ 4-ാമത്തെ 5-ാം ദിവസം പഴയ പോലെ ആവൂലേ? അത് അതെ. വെച്ചാൽ അവനവന്റെ ക്വാളിറ്റി ഉള്ള സ്കിന്നിന്റെ മേലെ എന്ത് ചെയ്യുന്നു, അത് നിലനിന്ന് പോകുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള സ്കിന്നിന്റെ മേലെ നമ്മളൊരു ഓക്സിജനേഷൻ കപ്പാസിറ്റി, ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് ഫ്ലോ, രക്തോട്ടം മേലോട്ട് വരികയാണ്. അത് നിലനിന്ന് പോകണമെങ്കിൽ താഴ്ത്തുന്ന ക്വാളിറ്റി സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ക്വാളിറ്റിയാണ് ആദ്യം ഞങ്ങൾ നോക്കുക. ആ ക്വാളിറ്റി തന്നെ കോംപ്രമൈസ്ഡ് ആയിട്ടാണ് ഈ കുട്ടി വന്നത്. ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യാൻ പറ്റുമോ? അത് ഞങ്ങളുടെ റെക്കോർഡിലുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾ 4-5 മാസമായിട്ട് 4 മാസമായിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഞങ്ങൾ എന്തുകൊണ്ട് ആ കുട്ടിയുടെ മുഖത്ത് ഞങ്ങൾ ചെയ്തില്ല? അതിനുത്തരം പറ. ഒരു പാടായിട്ട് വന്നിരിക്കുന്ന ഒരു 8 കൊല്ലമായിട്ട് പാടായിട്ട് വന്നിരുന്ന മനുഷ്യന്റെ മേത്ത് ഞങ്ങൾക്ക് ലേസർ അടിക്കാം, എന്ത് വേണം ചെയ്യാലോ. അത് ചുരുക്കം ഞങ്ങൾ പറഞ്ഞാൽ ചെയ്യാണ്ടിരുന്നേ? മുഖത്തെ സ്കിന്ന് മൊത്തം കംപ്ലീറ്റ്ലി അത്ര ഇതായിട്ടുണ്ടായിരുന്നു അല്ലേ? ഇറ്റ് വാസ് കോംപ്രമൈസ്ഡ്. അതിന്റെ സിവിയറിറ്റി ഓഫ് ദി കൺസേൺ എങ്ങനെയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവര് വന്നപ്പോ ഉള്ള കണ്ടീഷനേക്കാളും മെച്ചപ്പെട്ടിട്ടില്ല ഇപ്പോ? നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആ പാടും കുത്തും എല്ലാം കണ്ടിട്ട് അതല്ലേ ഞാൻ ചോദിച്ചത്. മുഖത്ത് വല്ല പാടോ പൊള്ളലോ എല്ലാം കാര്യം. പിന്നെ സ്കിന്ന് ഇരുളിക്കും ഓരോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളത് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. അതിനുള്ള സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. നമ്മുടെ സ്കിന്ന് ഓരോ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിപ്പയർ ചെയ്യുമ്പോൾ ചുറ്റുമുള്ള സ്കിന്നിന്റെ ആ വെള്ളം വലിച്ചെടുത്തിട്ട് സ്കിന്നൊന്ന് റിപ്പയർ ചെയ്യുക. ആ വലിച്ചെടുക്കുന്ന സമയത്ത് ഒരു ഡീഹൈഡ്രേഷൻ സമയത്ത് ഒരു 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 3-4 ദിവസത്തേക്ക് സ്കിൻ ഒന്ന് ഡൾ ആയിട്ടാണ് സ്കിന്ന് പിക്ക് ചെയ്യുക. അത് ഏത് ട്രീറ്റ്മെന്റും അങ്ങനെയാണ്. നമുക്ക് സ്കിന്ന് മുറിഞ്ഞു കഴിഞ്ഞാലേ, സ്കിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഒരച്ചിലോ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കറുത്തൊരു സ്കാബ് വരില്ലേ?
ആ സ്കാം അതെ. വരുന്നതിന് സമയത്ത് ചുറ്റും ഒരു ചെറിയ ചൊറിച്ചിലൊക്കെ നമുക്ക് വരും. ആ ഡീഹൈഡ്രേഷൻ വരുന്നത്. അതെന്താന്ന് വെച്ചാൽ സ്കിന്ന് റിപ്പയർ ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഇതൊക്കെ നേരത്തെ കൗൺസിൽഡാ. ആ ഒരു വളരെ ഒരു ചുരുങ്ങിയ സമയത്ത് 3, 4 ദിവസത്തേക്ക് സ്കിന്ന് അതേമാതിരി ഒറ്റ ട്രീറ്റ്മെന്റ് പ്രൊസീജിയറേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഒറ്റ പ്രൊസീജിയർ ചെയ്യുമ്പോൾ സ്കിന്നൊന്ന് റിപ്പയർ മോഡിലോട്ട് പോകുമ്പോൾ സ്കിന്നൊന്ന് ബാക്കിൽ നിന്ന് വലിഞ്ഞ് റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഡൾ ആവുന്നുള്ള നേരത്തെ പറഞ്ഞത്. ഡൾനെസിന്റെ പേരിലാണോ ഈ സോഷ്യൽ മീഡിയ ചർച്ച ഉള്ളത്? ആ കുട്ടിയുടെ സ്കിന്നെയാണ് നന്നാക്കി കൊടുത്തതിന് ഒരു ഒരു ക്രെഡിറ്റും നമുക്കില്ല. ആ കുട്ടിയുടെ സ്കിൻ എങ്ങനെയായിരുന്നു എന്നുള്ളതും എന്ത് ഉപയോഗിച്ചിട്ടായിരുന്നു ഉള്ളതും അത് എത്ര നാൾ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ ഞങ്ങൾക്ക് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ട്. ഇനി ഇനി കേസായിട്ട് മുന്നോട്ട് നീങ്ങുക എവറിത്തിങ്. ഞാൻ അവരെ വേറൊരു വശം ഞാൻ പറഞ്ഞത് കേട്ടു. ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാം എന്നുള്ളത്. അതൊക്കെ വല്ല ഫോറൻസിക് എവിഡൻസസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോട്ടെ. അല്ലാതെ എനിക്ക് അതിനൊന്നും തർക്കിക്കാൻ പറ്റില്ല. ഞങ്ങൾ എന്താ എഴുതി ചേർക്കണ്ടേ? ഇവർ സ്റ്റിറോയിഡ് ഉപയോഗിച്ചെന്നോ? വേണ്ട. യൂട്യൂബിൽ ആ കുട്ടി പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന പല പ്രൊഡക്റ്റിനും സ്റ്റിറോയിഡ് കണ്ടന്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് തെളിയിക്കാലോ. ബ്രാൻഡ് വെച്ചിട്ടല്ലേ ഉറപ്പായിട്ടും. പറഞ്ഞത്. അപ്പൊ പിന്നെ ഞങ്ങൾ എഴുതി ചേർക്കണോ? എന്താ ഇത്? ഞാൻ പറയട്ടെ, ഞാൻ ഇത് ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഫേസ് ചെയ്യണ ഒരു യൂട്യൂബോ, ഒരു ഊബറോ, ഒരു ഗൂഗിൾ പേ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാ ഞാൻ. സത്യം വിശ്വസിക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ ഞാൻ ഈ നാട്ടിലോട്ട് വന്നത് എനിക്കറിയാവുന്ന എൻ്റെ പണി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാ. എനിക്കിതിനൊരു പാഷനായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. നാട്ടുകാർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും എഴുതി കൊടുക്കാറില്ല. പക്ഷെ ഓരോരുത്തരുടെ പ്രശ്നമായിട്ട് അവർ വരുമ്പോൾ ആ പ്രശ്നം ഗുരുതരമാണെങ്കിൽ അതിനനുസരിച്ചൊരു സൊല്യൂഷൻ പറയും. അതിനനുസരിച്ചുള്ള എക്സ്പെൻസ് വരും. പ്രശ്നം ഗുരുതരമല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ വളരെ ലൈറ്റ് ആയിരിക്കും. അതിന് വലിയ ചെലവും ഉണ്ടാവില്ല. അപ്പോ ഞങ്ങളെ പോലത്തെ ഒരു ബ്രാൻഡ് കൃത്യമായിട്ട് ആൾക്കാരെ ഗൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ കൂടെ ഞാൻ പോകുന്നു. കാരണം ഇപ്പൊ ഒരു കമ്പനി ഇങ്ങനെയൊക്കെ വലുതാവുന്ന സമയത്ത് നമുക്ക് ഓപ്പറേഷൻ ടീമുണ്ട്, IT ടീമുണ്ട്, അക്കൗണ്ട്സ് ടീമുണ്ട്, ഇതുണ്ട്. നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാം. ഞാൻ എവിടെയെങ്കിലും ഞാനോ എൻ്റെ ടീമോ എവിടെയോ എങ്കിലും തെറ്റിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞങ്ങൾ അക്കൗണ്ട്സ് ടീമിനെ മൊത്തം ചെകഞ്ഞ് മനസ്സിലാക്കി എല്ലാത്തിനും ബില്ല് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ആള് ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊസീജിയേഴ്സും വാങ്ങിച്ചിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിന്റെയും എല്ലാം കൊടുത്തിട്ടുണ്ട്. 30-ാം തീയതി എൻ്റെ അടുത്ത് വന്നിട്ട് അവർ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഇരിക്കുന്ന സപ്ലിമെന്റ്സ് എന്താ പറയാ പൊട്ടിക്കാത്ത സപ്ലിമെന്റ്സ് ഇനി ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ഡെസ്കിൽ ഈ പറഞ്ഞ മാതിരി പ്രൊഡക്ട്സ് ഇങ്ങനെ തന്നപ്പോൾ അതിനുള്ള റീഫണ്ട് തരാൻ പറയും. ഒരു കുഴപ്പമില്ല. ആ റീഫണ്ട് പ്രോസസ് ചെയ്തതിന്റെ ഒക്കെ തെളിവ് ഞാൻ തരാലോ. എന്താ പറയുക നിങ്ങൾ ഓക്കെ. ഞാൻ പറയും സമാധാനമില്ലാത്ത ഒരു കാര്യമുണ്ട്. പൊട്ടിക്കാത്ത പ്രൊഡക്റ്റ് ആണോ ഇവിടെ ഇട്ടോ ഞാൻ തിരിച്ച് കാശ് തരാം. കാര്യം തീർന്നല്ലോ. ചെയ്തിരിക്കുന്ന പ്രൊസീജിയേഴ്സ് മറ്റുള്ള സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ചെലവ് കുറവായതുകൊണ്ട് നിങ്ങൾ കാശ് തിരിച്ചു തരണം എന്ന് പറയുന്നത് ന്യായമാണോ? അല്ല. അത് ആ ദേവ് എന്ന് പറഞ്ഞ യൂട്യൂബർ ഞങ്ങളുടെ മാനേജറോട് സംസാരിച്ച മാനേജർ പറഞ്ഞല്ലോ, എല്ലാ കാശും ആദ്യം പറഞ്ഞിട്ടല്ലേ? എന്നാ പിന്നെ ഒന്ന് പുറത്തു പോയി അന്വേഷിച്ചൂടെ ഇരുന്നില്ലേ? മനസ്സിലായി. പിന്നെ ഇത്രയും ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ റേറ്റ് ഉണ്ട്. ഇപ്പൊ എല്ലാ ക്വാളിറ്റി ഉള്ള സാധനത്തിനും അത്ര റേറ്റ് ഉണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷെ വെൻ വി സെറ്റ് സർട്ടൻ സ്റ്റാൻഡേർഡ് ബാർസ് ഇൻ ദ സിസ്റ്റം, ഓഫ് കോഴ്സ് ദേ വിൽ ബിസിനസ് അങ്ങനെയല്ലേ ഓടാ. അവിടുത്തെ എന്ന് വെച്ചാൽ മെഡിസിൻസ് എല്ലാം മാമിന്റെ കമ്പനി തന്നെ ഇത് ചെയ്യുന്നതാണോ? എന്ന് വെച്ചാല് ഐ മീൻ ഈ ദെയർ ഫോർ ഐ എം ബ്രാൻഡിൽ വരുന്നതാണോ മെഡിസിൻസ് എല്ലാം? ഞങ്ങളിവിടെ മെഡിസിൻസ് കൊടുത്തിട്ടില്ലല്ലോ. കഴിക്കുന്ന ഒരു മെഡിസിൻസും കൊടുത്തിട്ടില്ല. നമ്മുടെ സിസ്റ്റം അതാണ്. ഞങ്ങൾ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റ്, ഒരു MD ഡെർമറ്റോളജിസ്റ്റ് ഒരു പിമ്പിൾ വന്നു കഴിഞ്ഞാൽ ഓയിന്റ്മെന്റും മരുന്നുകളൊക്കെ കൊടുക്കും. ഞങ്ങളുടെ സിസ്റ്റം ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം ബെൻസാൽ പെറോക്സൈഡ്, അഡാപ്റ്റിൻ, ക്ലിൻഡാമൈസിൻ പോലത്തെ ഓയിന്റ്മെന്റുകൾ കൊടുത്ത് ഒരു പിമ്പിൾ ഒതുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫാർമസ്യൂട്ടിക്കൽ അപ്രോച്ചാണ്. ആ ഫാർമസ്യൂട്ടിക്കൽ അപ്രോച്ച് അല്ലാതെ തന്നെ ഈ പിമ്പിൾ വരുന്നതിന്റെ കാരണം എന്ത്, സ്കിന്നിന്റെ പ്രതിരോധ ശക്തി എന്ത്, അതെല്ലാം നാച്ചുറലി തന്നെ ശരിയാക്കാനും അതിന് കൺട്രോൾ ഇപ്പൊ ഞങ്ങൾക്ക് മരുന്നില്ല എന്നുള്ളതല്ല. ഈ ഓയിന്റ്മെന്റുകളൊക്കെ എപ്പോഴാ വരാന്നറിയോ? വലിയ പിമ്പിളൊക്കെ ആയിട്ട് വരുന്ന ഒരു മനുഷ്യൻ അത് കൺട്രോൾ ചെയ്യാൻ. ഇപ്പൊ ഞങ്ങൾക്ക് കൺട്രോൾ ഡയഗ്നോസിസ് പ്രോഗ്രാം അങ്ങനെ ഞങ്ങളുടെ സിസ്റ്റം. ഒരാൾ വരുമ്പോൾ കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ ഉള്ള ഒരു മനുഷ്യൻ മുടി കൊഴിച്ചിൽ ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ട്രീറ്റ് ചെയ്യേണ്ട ഏരിയ മൊത്തം ഡാൻഡ്രഫ് ആണെങ്കിൽ ആദ്യം ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യണം. ആ ഉം. ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്യേണ്ട ചിലപ്പോൾ മരുന്നുകൾ ഉണ്ടായിരിക്കും. അപ്പൊ എന്ന് വെച്ചാൽ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നുള്ളതല്ല. അത് കാരണം ഒരു ഒരു എന്താ പറയുക മുടി കൊഴിച്ചിൽ കറക്റ്റ് ചെയ്യുന്നത് ആ മരുന്ന് കാരണമല്ല. അപ്പൊ ഞങ്ങൾ മരുന്നല്ല, ഇറ്റ്സ് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ്. ഗ്ലൂട്ടത്തൈനും കൊളാജനൊക്കെ. ഗ്ലൂട്ടത്തൈൻ നമ്മുടെ ബോഡിയിലുള്ള ഒരു വൈറ്റമിൻ സി മരുന്നാണോ എന്തോ? അല്ല അല്ല. അപ്പൊ ന്യൂട്രീഷണൽ സപ്ലിമെന്റേഷൻസ് അതെല്ലാം അതൊക്കെ എല്ലാവരും കഴിക്കേണ്ട സാധനം, നമ്മുടെ ബോഡിയിൽ അളവ് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ നമ്മുടെ അല്ല, ബോഡിയിൽ ഇവരൊരു വൈറ്റമിൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു ക്രീം അടിച്ചേൽപ്പിച്ചു, ലോകത്തില്ലാത്ത വിലയോ അതിനുണ്ടെന്ന് പറഞ്ഞിട്ട്. എത്ര വില എന്നൊന്ന് പറയോ? നമ്മുടെ നമ്മുടെ ജിബി ഫേസ് വാഷ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ഇത് മൂന്നും. പിന്നെ ഒരു ടാർഗറ്റഡ് ട്രീറ്റ്മെന്റ് ഉണ്ട് കോസ്മലാൻ. അത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് അല്ല. ഇറ്റ്സ് എ സ്പാനിഷ് പ്രൊഡക്റ്റ്. മീസോ എസ്തറ്റിക്കിന്റെ സ്പാനിഷ് പ്രൊഡക്റ്റ് ആണ്. അത് 16,000 രൂപ എന്തോണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ്. ദെയർഫോർ പ്രൊഡക്റ്റിന്റെ വില. നമ്മുടെ ഫേസ് വാഷിന് എത്ര വില? ജെന്റൽ വൈപ്പിംഗ് ഗ്ലൻസ് ഒരു 600, 800 അതൊക്കെയാണ്. ഞങ്ങളുടെ ഒരു ആക്റ്റീവ് ഫേസ് വാഷിന് 450, സൺസ്ക്രീൻ ഒരു 800. ഇതാണ് ഞങ്ങളുടെ വില. ഓക്കെ. വേണ്ട ഇവര് ഈ വെബ്സൈറ്റിൽ കയറി നോക്കുക. അടിച്ചേൽപ്പിച്ചു എന്ന് പറയുന്ന മെഡിസിൻ ഏതാണ്? ഐ മീൻ ക്രീം ഏതാണ്? അത് ദെയർഫോർ അല്ല.
അത് കോസ്മെലാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഡീപിഗ്മെന്റേഷൻ ക്രീമാണ്. ആ അത് ഡീപിഗ്മെന്റേഷൻ ക്രീം മൂപ്പര് ഭർത്താവിനും കൂടെ ഒന്നിച്ച് അത് എക്സ്ഫോളിയേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ചെറിയ ഡബ്ബയുടെ ഒരു കൊല്ലത്തോളം നിൽക്കും. അതൊരു സ്പാനിഷ് ആയിട്ടുള്ള ബ്രാൻഡ് മിസോ എസ്തെറ്റിക് ഇസ് വെരി പോപ്പുലർ ഇൻ ഇന്ത്യ. എല്ലാ ഡോക്ടർമാരും ഉപയോഗിക്കുന്നതാണ്. അത് അവിടുന്ന് സ്കിന്നിന്റെ വാങ്ങിയതാണോ ബാരിയർ അതോ ഒക്കെ പുറത്തുനിന്ന് മേടിച്ചതാണോ? നമ്മുടെ അടുത്ത് തന്നെ വാങ്ങിച്ചത്. നമുക്ക് ദെർഫോറൈമിന്റെ പ്രൊഡക്ട്സിൽ ഒരു വിധത്തിലും അങ്ങനെ ഒരു മരുന്നെന്നല്ല, ദെർഫോറൈമിന്റെ പ്രൊഡക്ട്സിനൊന്നും അങ്ങനെ വിലയില്ല. ഇവര് കോസ്മെല എന്ന് പറഞ്ഞിരിക്കുന്ന അടിച്ചേൽപ്പിച്ചു എന്നൊക്കെ എങ്ങനെയാ പറയാ? എങ്ങനെ ആരെങ്ങനെ നമ്മളിത് പറഞ്ഞേ? അടിച്ചേൽപ്പിക്കാന്ന് വെച്ചാൽ ചെറിയ കുട്ടികളാണ് കോളറി കയറി പിടിച്ചിട്ട് താൻ വാങ്ങിക്കടോ എന്ന് പറയാൻ പറ്റുമോ? ഒരു MVD പോലീസ് ഓഫീസറിനും ഒരു MVD ഇൻസ്പെക്ടർ പോലീസ് ഓഫീസറിനും പറഞ്ഞാൽ ഇത്ര നാൾ പറഞ്ഞത് അവസാനമാണ് തെളിഞ്ഞത് ആൾ MVD ആണെന്ന്. ഓ ആ ഇൻസ്പെക്ടറിന്റെ എനിക്ക് എല്ലാ വട്ടം എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട സമയത്തൊക്കെ ഭർത്താവ് ഉണ്ടായിരുന്നു. ഞാൻ ക്ലിനിക്കിൽ അയാളെ റിവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഭർത്താവും കൂടെ വന്നിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഭർത്താവിനോട് ഞാൻ അടിച്ചേൽപ്പിച്ചു അങ്ങനത്തെ എല്ലാ ട്രീറ്റ്മെന്റിന്റെയും ഒരു ഓരോ സ്റ്റേജിന് ഇപ്പൊ ക്വാളിറ്റി സ്റ്റേജിൽ എന്ത് ചെയ്യണം അത് 3-4 മാസത്തേക്ക് ഒരു പ്രോട്ടോകോൾ 2 മാസത്തെ ഒരു പ്രോട്ടോകോൾ ഒക്കെ ഒരു ക്ലയൻസിന് ഞാൻ കൊടുക്കും. ആ കൊടുക്കുന്ന സമയത്ത് ഞാൻ കാണണമെന്നില്ല. ആ സ്റ്റേജ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും റിവ്യൂ ചെയ്യും എവിടെ എത്തി എന്നറിയാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഇങ്ങനെ എല്ലായിടത്തും പറഞ്ഞൊരു കാര്യമാണ്. ഓരോരുത്തർക്ക് ഓരോ പോലെയാണ് ട്രീറ്റ്മെന്റ്. ഞാനും അനന്തും ഒരേ പ്രായമാണ്, ഒരേ പ്രശ്നത്തിൽ നമ്മൾ ദെർഫോറൈമിൽ വന്നാലേ ഒരു കാര്യം ഇന്ന് ചെയ്താൽ തന്നെ 10ാമത്തെ ദിവസം നമുക്ക് രണ്ടുപേർക്ക് 2 റിസൾട്ടാണ്. എനിക്ക് ഹോർമോണൽ പ്രശ്നം പോലെ അല്ല അനന്തൂടെ പ്രൊഡക്ട്സും സൺ എക്സ്പോഷറും ആയിരിക്കില്ല. എന്റെ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന സ്കിൻ ആയിരിക്കും അപ്പൊ ഞാൻ ഓരോ സ്റ്റേജിൽ റിവ്യൂ ചെയ്യണം എവിടെ എത്തി എന്നറിയാൻ. ആ സ്റ്റേജസിലൊക്കെ ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഭർത്താവ് വന്നിരുന്നു. ആ പ്രോട്ടോകോളിൽ കോസ്മെലാൻ ട്രീറ്റ്മെന്റ് എഴുതിയിരിക്കുന്നത് ഞാനാണ്. അപ്പൊ ഞാൻ എന്റെ ട്രീറ്റ്മെന്റിന്റെ ലിസ്റ്റിൽ ഞാൻ എഴുതുമ്പോൾ അടിച്ചേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ MVD കാരനടുത്ത് താനിത് എടുത്തിട്ടില്ലെങ്കിൽ എന്നാണോ? അതാണ് ഉദ്ദേശിച്ചത്. എന്താ അത്? ഇവർ ആദ്യത്തെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഈ അവിടുത്തെ ഡോക്ടേഴ്സിനൊക്കെ ക്വാളിഫിക്കേഷൻ പോരാ ഉം. എന്നുള്ള രീതിയിലൊരു 15 കൊല്ലമായിട്ട് ഞാൻ വ്യാജ ഡോക്ടറായിട്ട് കേരളം മൊത്തം ഞങ്ങൾ ഇങ്ങനെ ബിസിനസ് അല്ല ചെയ്യുന്ന ആൾക്കാരാണ്. മാമിന്റെ അത് കാര്യമല്ല അറിയില്ലല്ലോ. അവിടെയുള്ള ബാക്കിയുള്ള ഡോക്ടേഴ്സിനെ പറ്റിയാ പറഞ്ഞത്. ബാക്കിയുള്ള ഡോക്ടേഴ്സിന് എന്താ ക്വാളിഫിക്കേഷൻ ആൾ പറയുന്നത്? BDSും പിന്നെ വേറെന്തോ കോഴ്സൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് അല്ലല്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യം പറയൂ അനന്തു. ആ വീഡിയോയിലുള്ള കൃത്യം പറയൂ. കൃത്യമായിട്ട് BDSും MBBS എന്നാണ് പറഞ്ഞത്. ആ ഓക്കെ. BDSും MBBSും അതെ. BDSും MBBSും കഴിഞ്ഞ് കോസ്മെറ്റോളജിയും ഡെർമറ്റോളജിക്ക് 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ടാണ് അവർ ഇരിക്കണേ എന്നുള്ളത്. MBBS ഒരു ക്വാളിഫിക്കേഷൻ അല്ലേ? എന്താ നമ്മൾ ഈ വ്യാജ ഡോക്ടർ എന്നല്ലല്ലോ ആ കുട്ടി പറഞ്ഞത്. വെറും MBBSും BDSും എല്ലാം ചെയ്ത് 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് വന്നു എന്നുള്ളത്. പിന്നെ എന്നെ എന്നെ മൂപ്പര് അന്ന് ചീത്ത വിളിച്ച സമയത്ത് പറഞ്ഞു നിങ്ങളൊക്കെ ഒരു ഫോറിൻ ഡിഗ്രി ആളല്ലേ എന്നുള്ളത്. ഞാൻ പറയും അയാൾ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പുള്ളി? വളരെ മോശമായിട്ട് സംസാരിച്ചു. മോശമായി എന്നുള്ള സംസാരിക്കുന്നതിനെ അസഭ്യമായ ഭാഷയല്ല. എന്ന് വെച്ചാല് എന്നെ എന്നെ തെറി വിളിച്ചിട്ടില്ല. ഓക്കെ. തെറി വിളിച്ചിട്ടില്ല. പക്ഷെ ഒരു ആണ് തെറി വിളിക്കാതെ തന്നെ ഒരു ഡോക്ടറിനോടോ ഒരു സ്ത്രീനോടോ കൈ ചൂണ്ടി ആക്ഷനിൽ സംസാരിച്ച് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുന്നത് മോശമായിട്ടുള്ള പെരുമാറ്റമാണോ? അതെ അതെ. എനിക്ക് ഇതിന്റെ വേണമെങ്കിൽ ഇതിന്റെ സുഖമായി CCTV ഫുട്ടേജ് അവൈലബിൾ ആണോ? അനന്തു ഒരു മിനിറ്റ്. എനിക്ക് സുഖമായിട്ട് വേണമെങ്കിൽ പോലീസോട് പോയി കംപ്ലൈന്റ് ചെയ്യാലോ എന്നെ തെറി വിളിച്ചു എന്നുള്ളത്. അതെ എന്ത് വേണമെങ്കിലും എനിക്ക് പറയാലോ. ഒരു ഡോക്ടറിനെ വന്നിട്ട് ഒരാൾ തെറി വിളിച്ചു എന്നുള്ളത്. അതെ. സത്യമായിട്ടാ പറഞ്ഞത്. അയാൾ തെറിയൊന്നും വിളിച്ചിട്ടില്ല. പക്ഷെ അയാൾ വളരെ മോശമായിട്ടെന്ന് മാത്രല്ല, ഒരു ഒരു ഗവൺമെന്റ് ഒഫീഷ്യല് വന്നൊരു ക്ലിനിക്കിൽ വന്നിട്ട് മെറ്റാഗ്ലാസ് ഇപ്പൊ നിങ്ങൾ വന്നു, നാട്ടുകാർ വന്നു, സാധാരണക്കാർ വന്നു, മെറ്റാഗ്ലാസിൽ വന്നു. അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തൊരു മനുഷ്യനായിരിക്കും എന്ന് വിചാരിക്കുക. ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ഒരു മെറ്റാഗ്ലാസ് ഇട്ട് വന്നിട്ട് ഇതെല്ലാം ചെയ്യുന്നത് ശരിയാണോ? ഇതിന്റെ ശരിയല്ല. CCTV ഫുട്ടേജ് അന്ന് അങ്ങനെ വന്ന് ഈ ഷോ കാണിക്കുന്നതിന്റെ ഓഡിയോ കാണത്തില്ല, അല്ല CCTV ഫുട്ടേജ് കാണത്തില്ലേ ഈ കിടന്ന ബഹളം വെക്കുന്നതിന്റെ? ബഹളം വെക്കുന്നത് എന്റെ കൺസൾട്ടേഷൻ റൂമിലല്ലേ? അവർ 30ാം തീയതി എന്റെ ക്ലിനിക്കിൽ വന്നു പോയിട്ടുണ്ടെന്നുള്ള തെളിവാണോ വേണ്ടത്? അത് പിന്നെ CCTV ഫുട്ടേജ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ അവർ ഈ ഇന്ന് പറഞ്ഞ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഇവരൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഏത് ഡേറ്റ് ആണ്? ജൂൺ 1. ജൂൺ 1 ജൂൺ ആണല്ലേ? 1 അതുണ്ടല്ലോ. ആ CCTVയുടെ ഫുട്ടേജിൽ അവർ കാണിക്കുന്നതിൽ ഏറ്റവും റൈറ്റ് സൈഡ് മേലത്തെ ഓക്കെ. കോർണറിൽ ഞാൻ ഡേറ്റും കണ്ടില്ല, ഞാനത് ടൈമും ഉണ്ട്. കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവര് ഡേറ്റും പുറത്തുവിട്ട വീഡിയോ ടൈമും മാത്രം. ഉണ്ട്. അതെ അതെ അതെ. അവരല്ലേ അതുകൊണ്ടല്ലേ എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ കൊടുക്കേണ്ട അവസ്ഥ വന്നത്. എന്റെ അടുത്ത് ഇവര് സംസാരിച്ച മാമിന്റെ ഫുട്ടേജ് അടുത്ത് എവിടെ? സംസാരിച്ചെന്നാ? മെയ് 30ാം 30. തീയതി. മെയ് മെയ് 30. 30. മെയ് 30ാം തീയതി ശനിയാഴ്ച. ഞാൻ അന്നാണ് ഈ എപ്പോഴും മോശമായിട്ടൊക്കെ സംസാരിക്കുന്നത്. കറക്റ്റ്. കറക്റ്റ്. അപ്പൊ വളരെ ഓക്കെ ഓക്കെ. നന്നായിട്ടുള്ള ഒരു സംസാര രീതി എന്താ പറയാ 30ാം തീയതി ഐ ഹാവ് ടു ഗോ. 30ാം തീയതി എന്താ പറയാ എന്നോട് സംസാരിച്ച ഫൂട്ടേജ് എവിടെ? അത് മെറ്റാ ക്ലാസ്സിൽ അവർ ഷൂട്ട് ചെയ്ത ഫൂട്ടേജ് എവിടെ? അതേ ചോദിക്കണേ. ഈ പോലീസിനെ ആദ്യം വിളിച്ചു എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഉം. അതെന്താ? അത് അവര് പറയുന്നു. അവര് റിലീസ് ചെയ്തിരിക്കുന്ന ആ മെറ്റാഗ്ലാസ് ഷൂട്ട് ചെയ്തിരിക്കുന്ന ബ്ലർ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഞങ്ങളുടെ ഡോക്ടർ വന്ന് പറയുന്നുണ്ട്. ജയൻ സാർ പറഞ്ഞു നിങ്ങളടുത്ത് ആ ഞാൻ കേട്ടു, പോലീസ് DYSP ആരോ പോലീസാണ്. സംതിങ് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ്. നിങ്ങള് അത് നിങ്ങള് പോലീസ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഞങ്ങളായിരുന്നു വാസ് ഇൻ ടച്ച് വിത്ത് ദ പോലീസ്. ഈ ശരിയാണ്. കോൺസ്റ്റബിൾസ് ആണെങ്കിലും ഞങ്ങൾ വിളിച്ചു പറയിപ്പിച്ചിട്ട് അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിടുക. അല്ല അത് ഞാൻ ചോദിക്കുന്നത് വിച്ച് മീൻസ് ഒരു അനന്തു. കംപ്ലൈന്റ് ആയിട്ട് പോയിട്ടില്ല, പക്ഷെ നമ്മൾ ആദ്യം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, റൈറ്റ്? ആദ്യം മൂവ് ചെയ്തു. അത്രേ ഉള്ളൂ. കംപ്ലൈന്റ് ആയിട്ട് മൂവ്. കറക്റ്റ്. താൻ പറഞ്ഞതാണ് വളരെ കറക്റ്റ്. കംപ്ലൈന്റ് ആയിട്ട് ഞങ്ങൾ ലീഗലി രജിസ്റ്റർ ചെയ്യാൻ മാത്രം ഇതിലുണ്ടോ അതിന്?
അതെ ഒരു അതെ റക്കസ് ക്രിയേറ്റ് ചെയ്തൊരു മനുഷ്യനെ പുറത്താക്കൂ. ബാക്കി പിന്നെ എന്താന്നുള്ളത് കാണാം. ബില്ലല്ലേ വേണ്ടുള്ളൂ. ബില്ല് അയച്ചു തരാം. നിങ്ങളൊരു ഒരു ഒരു എന്താ പറയാ, വേണ്ട ബില്ല് റിക്വസ്റ്റ് ചെയ്തെന്നുള്ള ഒരു ഫോർമൽ എന്താ പറയാ, ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അയച്ചു തന്നിട്ട് ഞങ്ങൾ അയച്ചു തന്നിട്ടില്ലെങ്കിൽ അതൊക്കെ വലിയ തെറ്റാ. അവിടെ കടന്ന് വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആളത് പറയുന്നുണ്ട് ആ വീഡിയോയില്. റിലയൻസിന്റെ എന്തോ ഒരു കാര്യത്തിൽ ബോംബെ പോയിട്ടാണ്, മുംബൈ പോയിട്ടാണോ ഞാൻ അത് എടുക്കാന്നുള്ളത്. കറക്റ്റാ, അത് കറക്റ്റ് തന്നെയാണ്. 8 മാസം മുന്നേ ഉള്ളൊരു ബില്ല് വേണമെങ്കിൽ ഞങ്ങളുടെ കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് തരാം. എന്നെ വന്ന് കണ്ടത് ശനിയാഴ്ച വൈകുന്നേരം. ഞായറാഴ്ച ഇല്ല. തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കും അവര് വന്ന് പ്രശ്നം ഉണ്ടാക്കി. അത് ശരി. അപ്പൊ എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒന്ന്, ഇവര് അപ്പൊ ബില്ല് തരില്ല എന്നുള്ളത് സ്ഥാപിക്കുന്നത് മാത്രമാണോ ഇവരുടെ വശം? കാരണം 8 മാസം മുന്നേ ഉള്ള ആ ഡോക്ടർ അതില് പറയുന്നുണ്ട്. ഈ മാസത്തെ ആണെങ്കിൽ ദേ ഇപ്പൊ എടുത്തോണ്ട് പോയിക്കോ. അപ്പൊ എന്താ ബില്ല് തരാണ്ട്, അപ്പൊ ബില്ല് ഇല്ലെങ്കിൽ ബില്ല് എങ്ങനെ ഞങ്ങൾക്ക് കള്ളത്തരം ഉണ്ടെങ്കിൽ ആ ഡോക്ടർ പറയും. ആ വീഡിയോയിലുണ്ടല്ലോ അത്. ആ ഡോക്ടർ ഓക്കെ പറയുന്നുണ്ടല്ലോ. ഈ മാസത്തെ ആണെങ്കിൽ ദേ ഇപ്പൊ തരാം. 8 മാസം മുന്നേ ഉള്ളത് ഓഫീസിൽ നിന്ന് എടുക്കണ്ടേ? മനസ്സിലായി. ഒരു ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റത്തിൽ നിന്ന് ഒന്ന് എടുക്കണ്ടേ? അവരിപ്പോ ഈ ബില്ല് കാരണം കിട്ടിയിട്ട് അവരിപ്പോ എന്ത് ചെയ്യാനാണ്? എക്സാക്ട്ലി എന്റെ ചോദ്യം അതാണ്. ബില്ല് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോ ഒന്നുകിൽ അവര് ബില്ലിൽ കയ്യിലില്ലാത്തോണ്ടാണോ? അപ്പൊ ഞാനേ തിരിച്ച് രജിസ്റ്റേർഡ് പോസ്റ്റ് അയച്ചിരുന്നു അവർക്ക്. സെയിങ് ദാറ്റ് ഞങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തൊരു ബില്ല് തരണമെങ്കിൽ അത് സ്പെസിഫിക്കലി തരാം. നിങ്ങൾക്ക് ഈ പകുതി ബില്ല് തന്നു എന്ന് പറഞ്ഞല്ലോ. ബാക്കി പകുതിയുടെ നിങ്ങളുടെ പേയ്മെന്റ് ഡേറ്റ്സ് തരികയാണെങ്കിൽ അത് ഞങ്ങൾ പ്രോസസ് ചെയ്ത് തരാം. നമ്മൾക്ക് മനസ്സിലാവണില്ല അവര് അപ്പൊ അത് അല്ല, മുഴുവൻ ബില്ല് വേണോ? തരാം. മുഴുവൻ ബില്ല് രജിസ്റ്റേർഡ് ആയിട്ട് തരണോ? അത് ഇമെയിൽ ആയിട്ട് തരണോ? ഇമെയിൽ ആയിട്ട് തരണമെങ്കിൽ ഇമെയിലിന്റെ അഡ്രസ് ഞങ്ങൾക്ക് അയക്കൂ. ഇത് 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 എന്റെ ഞാൻ ഇത് അതിന്റെ പ്രൂഫ് ഉണ്ട് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ? ഐ ഒറ്റ മീൻ മിനിറ്റ് മെയിൽ ഒന്ന് ഹോൾഡ് ചെയ്ത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ എന്റെ ഫോണിൽ തന്നെ ഉണ്ടാവും. നോക്കട്ടെ, ഒറ്റ മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എന്റെ ഫോണിൽ 29 മേലും I would like to inform that Dr. Nilufer's consultation will begin at 11:30. Right. I had contacted her on 22nd for arranging the online meeting. These are the conversation I had with Jivalakshmi. Okay. നമ്മുടെ കസ്റ്റമർ കെയർ ഇപ്പൊ എല്ലാം എടുത്തിട്ട് ഓരോന്ന് എടുക്കുന്നുണ്ട്. ജിബി, ഡു മീ എ ഫേവർ. ഫാൻസി കസ്റ്റമർ കെയറിന്റെ അടുത്ത് ഇമെയിൽ, ലാസ്റ്റത്തെ ഇമെയിൽ ചോദിച്ചിട്ടുള്ള എന്താ പറയാ, ജീവലക്ഷ്മിയുടെ ഇമെയിൽ തന്നാൽ നമ്മളെല്ലാം അയക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന സ്ക്രീൻഷോട്ട് എനിക്കൊന്ന് അയച്ചു. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഇവര് ഫീഡ്ബാക്ക് ചോദിച്ച സമയത്ത് സാറ്റിസ്ഫൈ എന്ന് പറയുന്ന ഓഡിയോ അതിന്റെ അത് ഓഡിയോ എന്തെങ്കിലും ഉണ്ട്? ഉണ്ട്, ഉണ്ട്. ഉണ്ട് ഓക്കെ ഓക്കെ. ഉണ്ട് എല്ലാ ഓഡിയോ ഉണ്ട്. മന്തിലും വിളിച്ച് നമ്മൾ തിരക്കുന്നുണ്ടായിരുന്നോ? യെസ്. ഓ, അത് വേണമെങ്കിൽ ഇപ്പൊ തന്നെ കേൾപ്പിച്ചുതരാം. വേണമെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യും. ഒരു മിനിറ്റ്, ഇപ്പൊ കേൾപ്പിച്ചുതരാം. ഞാൻ പറയാം, ഞാൻ അയച്ചു തരില്ല, അതൊക്കെ കേൾപ്പിച്ചുതരാം. എന്ത് വേണമെങ്കിലും തരാ. ഇത് വിഷയമേ അല്ല അനന്തു. ബട്ട് ദിസ് ഇസ് ഉം. ടൈം കൺസ്യൂമിങ്. ഇന്നത്തോടെ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു സ്പീക്ക് ടു എനി മോർ ഓഫ് യൂട്യൂബേഴ്സ്. കാരണം അനന്തു പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇത് ഭയങ്കര ഒരു ടയറിങ് പ്രോസസ്സാണ്. ഒരാൾ നുണ പറയുന്നു, നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നുണ അതെ പറയുന്നു, അതെ, തെളിയിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് പണിയുണ്ട്. ബിക്കോസ് അത് മനസ്സിലായി ഈ മനസ്സിലായി. പറഞ്ഞ മാതിരി ആളെ കൊല്ലാൻ ശ്രമിക്കുക, റേപ്പ് കേസൊക്കെ ആണെങ്കിൽ പോലീസ് തന്നെ കൊണ്ടുപോയിക്കോട്ടെ. ഇത് ബില്ലിന്റെ കേസാ. അതിന് ഇത്ര വലിയ ചർച്ചയാവേണ്ട ആവശ്യമൊന്നുമില്ല. ആ ബില്ല് തന്നിട്ടില്ല എന്നുള്ള ഒരാളെ റേസ് ചെയ്യണതിന് നാട് മൊത്തം ഇളകേണ്ട ആവശ്യമില്ല. അതിൻ്റെതാ. അല്ല, ഞാൻ വേറെ കാര്യം പറയാം. ആ കുട്ടി ഈ വീഡിയോയിൽ പറഞ്ഞല്ലോ ലീഗലി ഞാൻ മൂവ് ചെയ്തു എന്നുള്ളത്. ഇനി ഉം, ആള് ഉം, ഇനി ഉം. ഇതൊന്നും ആദ്യം ചെയ്യുന്നില്ലേ? എന്തിനാ ഇത് വെറുതെ വീഡിയോ ഇട്ടതെന്ന്? അല്ല, ഞാൻ സാമാന്യം ഒരു ബോധമുള്ള ഒരാൾ ചോദിക്കുന്ന കാര്യങ്ങളല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതെ എന്നാ അതെ. ആദ്യം അങ്ങോട്ട് ചെയ്യായിരുന്നില്ലേ? എന്തിനാ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി കോലാഹലം ഉണ്ടാക്കിയത്? എന്റെ മുഖത്ത് പൊള്ളി പാടുണ്ട്, ഞാൻ ഇതായിന്നും പറഞ്ഞിട്ടല്ലല്ലോ വീഡിയോയിൽ വന്നത്. ബില്ല് തന്നിട്ടില്ല, ഞങ്ങള് വ്യാജന്മാരാണെന്നല്ലേ പറഞ്ഞത്. അതെ. അതിപ്പോ ഈ പറഞ്ഞ പോലെ തിരിച്ച് ഓരോന്ന് ഞങ്ങൾ തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. വ്യാജന്മാരല്ല എന്നൊന്നും ഞാൻ തെളിയിക്കാൻ നടക്കുന്നില്ല. അതൊക്കെ എന്താ പറയാ, ഹെൽത്തുകാർ വന്ന് ഞങ്ങൾ പിടിക്കട്ടെ. ഞാൻ ഇത്രയും നാള് ജോലി ചെയ്തിട്ടെ ഞാൻ വ്യാജനല്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അത് അത് എന്റെ ദൈവം സഹായിച്ചിട്ട് നമ്മുടെ ക്ലയൻസും നമ്മൾ ഇത്രയും ഇതാണ്. ഞാനൊരു ഡോക്ടർ അല്ല, MBBS ഡോക്ടർ, ഞങ്ങളുടെ അടുത്ത് എല്ലാവരും വ്യാജ ഡോക്ടർമാരാണ് എന്നുള്ളതൊന്നും ഞാൻ തെളിയിക്കാൻ പോകുന്നില്ല. കാരണം അതൊക്കെ ശരിയല്ല. കാരണം ഇതൊരു മനുഷ്യനെ എന്താ പറയാ, ഇപ്പൊ ഒരു കളിയാക്കണ പോലെയാണോ ഇത്? ഒളിച്ചും പാത്തിട്ടാണോ ഞാനിവിടെ ജോലി ചെയ്യുന്നത്? തിരുവനന്തപുരത്ത് കൊറവങ്കോണം, കാലിക്കറ്റിലെ ചെറുട്ടി റോഡ്, എന്താ പറയുക, പനമ്പള്ളി നഗർ കൊച്ചി, അതുപോലെ MG വേറെ റോഡ് കാര്യം തൃശ്ശൂര്. പറയുന്നുണ്ട്, 3 months കൂടിയിരിക്കും മാത്രമാണ് അവിടെ വരുന്നതെന്നുള്ളത്. 3 months കൂടി ഞാൻ റിവ്യൂ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എനിക്ക് ആ കുട്ടീനെ. ഓക്കെ. എല്ലാ മാസം എനിക്ക് ആ കുട്ടീനെ കാണേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ മാസവും അതിന്റെ മുന്നത്തെ മാസം പോയിരിക്കുന്ന എല്ലാ ടിക്കറ്റ്സ് ഞാൻ കാണിച്ചു തന്നാൽ മതിയോ? ഇപ്പൊ എന്റെ ലാസ്റ്റ് ട്രിവാൻഡ്രം വിസിറ്റ് വാസ് ലാസ്റ്റ് സാറ്റർഡേ. അപ്പൊ എല്ലാ ഓക്കെ. മാസം ഞാൻ വരുന്നു എന്നുള്ളത് ആ കുട്ടിയുടെ അടുത്ത് ഞാൻ തെളിയിക്കണോ? ആ കുട്ടീനെ കാണേണ്ട സമയത്തല്ലേ ഞാൻ കാണുള്ളൂ. എല്ലാ മാസം വരുമ്പോൾ എല്ലാ ക്ലയൻസിനും ഞാൻ കാണണോ? ഓരോരോ സ്റ്റേജ് ഞാൻ മുന്നോട്ട് അവരുടെ ട്രീറ്റ്മെന്റ് പ്രോഗ്രസ് ചെയ്യേണ്ട സമയത്തല്ലേ ഞാൻ കാണേണ്ട ആവശ്യമുള്ളൂ. അതോടെ കഴിഞ്ഞോ? ചോദ്യങ്ങൾ കഴിഞ്ഞോ? ഹാമിൽ എന്തെങ്കിലും കഴിഞ്ഞു. പറയണ്ടേ പറഞ്ഞോ? അല്ല, എനിക്കൊന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട് ആ കുട്ടിയുടെ കാര്യം ആലോചിച്ചു. കാരണം ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ എന്തോരം പേരാ വിളിക്കുന്ന ആ കുട്ടീനെ ചീത്ത വിളിച്ചിട്ടെന്നറിയോ?
ഒരു 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 മനുഷ്യനൊരു പരിഗണന കൊടുക്കുകയാണെങ്കിലല്ലേ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വരുന്നുണ്ട്. കാരണം അവരൊരു ബുദ്ധിമോശംകാരൻ. അത് ഈ കുട്ടി എന്നുള്ളതല്ല. എത്രയോ യൂട്യൂബേഴ്സും എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് എന്തൊക്കെ വിളിച്ചു പറയുന്നു. അസഭ്യമായ ഭാഷ ഉപയോഗിക്കുന്നു. ഈ നാട്ടിൽ അതിനൊക്കെ ഒരു റെഗുലേഷനും റെസ്ട്രിക്ഷനും ഇല്ലേ? ഈ കോണ്ടന്റുകളെല്ലാം കൺസ്യൂം ചെയ്യുന്ന അടുത്ത ജനതയ്ക്ക് എവിടേക്കാ ഇതൊക്കെ നയിക്കണേ? ഞങ്ങളെ പോലത്തെ ഒരു ഒരു എന്താ പറയാ, ഒരു എഡ്യൂക്കേറ്റഡ്, ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാര്, ഒരു സൗകര്യമുള്ള ഒരു ആളുകൾ, അത് ഏതോ ഒരു യൂട്യൂബർ പറഞ്ഞത് കറക്റ്റാ. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഒരു സ്കിൻ ട്രീറ്റ്മെന്റിൽ വന്നിട്ട് ഒരു ക്ലിനിക്കിൽ വന്നിട്ട് ഇതെല്ലാം ട്രീറ്റ് ചെയ്യാനുള്ള കാശ് അവരുടെ കയ്യിലുണ്ടാവും. സാധാരണക്കാരുടെ കയ്യിൽ ഉണ്ടാവോ? ഇല്ല. ഇല്ല. അപ്പൊ അത് അതേ പറഞ്ഞു, നമ്മളെ പോലത്തെ ആളുകളൊക്കെ ചിലപ്പോൾ രക്ഷപ്പെടും. ഡു നോട്ട്. അപ്പൊ ദുബായിലാണെങ്കിൽ ഇത് നടക്കുവോ? മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ ഇത് നടക്കുവോ? എപ്പൊ കൊണ്ടേന്ന് ചോദിച്ചാൽ മതിയല്ലോ ആ യൂട്യൂബറിനെ. എന്താ ഉം. അപ്പൊ there has to be regulations. No, no, I want it in your phone. അത് ഒരു സെന്റൻസ് ഉണ്ട്. In order to avoid any misunderstanding and to ensure that we provide the precise documents requested by you via the email, please I'm requesting you to send in the email എന്നുള്ളത്, which is the registered. കാരണം രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ് ഇല്ല അവിടെ. കാര്യം ഇനി ഹാർഡ് കോപ്പി തന്നിട്ട് വീണ്ടും കിട്ടിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടേക്ക് ഒരു ഇമെയിൽ, രജിസ്റ്റേർഡ് ആയിട്ട് ഇമെയിൽ അല്ലാണ്ട് ഓ. എവിടുന്നോ അവരുടെ ഒരു ഇമെയിൽ പണ്ട് ഇവിടെ ജീവ ലക്ഷ്മി എന്നുള്ള ഒരു അഡ്രസ്സിലോട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, വി ക്യാൻ ഷോ യു ഇനഫ് ആൻഡ് മോർ എവിഡൻസ്. കൂട്ടി പ്ലീസ് അതൊന്ന് വേഗം ആ വോയിസ് നോട്ട് അയപ്പിക്കും. വി വാണ്ട് ടു എൻഡ് ദിസ് കോൾ. സോ ദാറ്റ് ഇസ് ഇറ്റ് അനന്തു. ഐ മീൻ ഐ എം എക്സ്ട്രീംലി നമ്മളെല്ലാവരും അപ്സെറ്റ് ആണ്. ഇങ്ങനത്തെ ഒരു കാര്യം ബ്രാൻഡിന് ഫേസ് ചെയ്യേണ്ട വന്നല്ലോ എന്നുള്ളത്. കാര്യം നമ്മുടെയും ഇപ്പൊ ഓരോ ബിസിനസ്സുകളെ മുന്നോട്ട് നീങ്ങും തോറും ഓരോ പ്രോസസ്സുകളും ഡിപ്പാർട്ട്മെന്റുകളും ശരിയാക്കി തന്നെ കൊണ്ടുപോകേണ്ടി വരും. അതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ അപ്പം തന്നെ കറക്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, സോ ഐം ഗോയിങ് ടു മേക്ക് യു ലിസൺ ടു ദി കസ്റ്റമർ കെയർ ഫീഡ്ബാക്കും കല്യാണിയുടെ വോയിസ് നോട്ടും. അല്ല, കല്യാണിയുടെ കോൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. ഒരു മിനിറ്റ്. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിച്ചായിരുന്നു മാം. നമ്മുടെ ക്ലിനിക് വിളിച്ചിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രം. ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടാണ് മാം? നല്ല സർവീസ് ആയിരുന്നു. ഓക്കെ മാം. ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഡോക്ടർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ. നല്ലത്. ഓക്കെ മാം. സ്റ്റാഫിറൊക്കെ ഓക്കെ ആണല്ലേ മാമിന്? ഓക്കെ ആണ്. ഓക്കെ മാം. മാമിന് മറ്റെന്തെങ്കിലും കണ്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു ഫോർ ടൈം മാം. അനന്തു കേട്ടോ അത്? ഓക്കെ, കുഴപ്പമില്ല. കുറച്ച് ബ്ലേഡ് ആയിട്ട് ആയിരുന്നു. ഇത് ഏത് മാസത്തെയാണ്? ഏത് മാസത്തെ കൂട്ടിയത്? മാർച്ച് ഏപ്രിലൊക്കെ. മാർച്ച് എല്ലാം നോക്ക്, മെയ് വരെ എല്ലാം സാറ്റിസ്ഫൈഡ് കോള്. എല്ലാ ഓക്കെ, കോൾസും മെയ് വരെ. അതേ പറയാം. ലാസ്റ്റ് ഡെർമറ്റോളജിസ്റ്റ് ലാസ്റ്റത്തെ ഒരു ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ മെയ് വരെ ലാസ്റ്റ് കോൾ എന്നായിരുന്നു? ലാസ്റ്റ് നോക്കി പറഞ്ഞു. ലാസ്റ്റത്തെ കോളാണല്ലോ ഇത്. ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ്. ഞാൻ വിളിക്കുന്നത് ജെൻസറൈമിലെ ഡോക്ടറിനായിരുന്നു. മാം ഡിസൈനായിട്ട് നമ്മുടെ ക്ലിനിക് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേണ്ട ഇത്ര ശബ്ദം. എങ്ങനെയുണ്ടായിരുന്നു വിസിറ്റ് ചെയ്തിട്ട്? ഓക്കെ, സർവീസ് ഒക്കെ ഓക്കെ ആയിരുന്നില്ലേ? പ്രൊസീജിയർ ഒക്കെ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രൊസീജിയർ ഒന്നും ചെയ്തില്ല. ഓക്കെ മാം. സ്റ്റാഫ് ഓക്കെ ആയിരുന്നോ? ഓക്കെ ആണ്. ഓക്കെ മാം. എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനത്തെ ഒരു 8 കോൾ സെന്റർ ഉണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം വരെ ഉള്ളതുണ്ട്. അത് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞങ്ങളുടെ മനസ്സിലായി. സിസ്റ്റം ഇസ് ഫുൾ പ്രൂഫ് ദാറ്റ് ദർ ഇസ് നോ വേ ദാറ്റ് യു ക്യാൻ. അതേ പറഞ്ഞത് ഞാൻ പറയാം, ഒരു ക്ലിനിക്കായിട്ട് നടക്കുമ്പോൾ പല പാഴ്ചകളും ഉണ്ടാവും. ഞങ്ങൾക്ക് മനസ്സിലായി. അടുത്ത് ഞങ്ങൾ പാലക്കാട് തുടങ്ങും. ഇത്രയും ഇപ്പൊ മൊത്തം എത്ര സ്കെയിൽ ക്ലിനിക് ഉണ്ട്? ട്രിവാൻഡ്രം, കണ്ണൂരില്ലേ? ട്രിവാൻഡ്രം, കണ്ണൂർ, കാലിക്കറ്റ്, കൊച്ചി, തൃശ്ശൂർ 2. കാലിക്കറ്റിൽ ഇപ്പൊ 2ാമത്തെ യൂണിറ്റ് തുടങ്ങും. ദൈവം സഹായിച്ചട്ടെ അനന്തു. കീപ് അസ് ഇൻ ഗുഡ് പ്രേയേഴ്സ്. നമ്മൾ നല്ല രീതിയിൽ നാട്ടുകാർക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ബ്രാൻഡുകൾ ഇതെല്ലാം. ദൈവം സഹായിച്ചിട്ട് പ്ലീസ് കീപ് അസ് ഇൻ യുവർ ഗുഡ് തോട്ട്സ് ആൻഡ് പ്രേയേഴ്സ്, ബിക്കോസ് വി ആർ എൻ എത്തിക്കൽ ഗ്രൂപ്പ്. ലെറ്റ് പീപ്പിൾ ലൈക്ക് അസ് ഗ്രോ ഇൻ കേരള, സോ ദാറ്റ് എത്തിക്കലായിട്ട് നമ്മുടേതായ ഇൻഡസ്ട്രീനെ കൊണ്ടു നടക്കാൻ നിങ്ങളെ പോലത്തെ ആളുകളൊക്കെ ഒന്ന് സഹായിക്കാം. അനാവശ്യമായിട്ടുള്ള ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സോ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ എഗൻസ്റ്റ് ഞാൻ തുറന്ന് സംസാരിക്കാൻ ഇനി റെഡിയാണ്. ഇപ്പൊ ഡെർമറ്റോളജിസ്റ്റുകളെ 200 രൂപ 300 രൂപയുടെ ഓയിൻമെന്റുകളൊക്കെ നാട്ടുകാർക്ക് കൊടുക്കുമ്പോൾ എന്തിനാ? പെട്ടെന്ന് സ്റ്റിറോയിഡ് ക്രീം ആയതുകൊണ്ട് വേഗം അത് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് അവർ കാലാകാലം ഉപയോഗിക്കുമ്പോൾ അതിന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടില് പഴയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല ചികിത്സാ രീതികളിലും നമ്മളത് ഇല്ല, നമുക്കതൊന്നും ഇല്ല, നമ്മുടെ രീതികൾ ഇങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ എന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കോസ്മെറ്റിക് കെമിസ്ട്രിയാണ്.
കോസ്മെറ്റിക് കെമിസ്ട്രി എന്ന് പറയുന്നത് ക്രീം ഉണ്ടാക്കാൻ പഠിക്കല്. ആ കോസ്മെറ്റിക് കെമിസ്ട്രി അമേരിക്കയിൽ നിന്ന് പഠിക്കുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാലും എനിക്ക് ഇപ്പോഴും ഞാൻ പറയാം, ദെയർഫോർ ഐ എം എനിക്ക് വേണ്ട ഫോർമുലേഷൻ എത്തിയിട്ടില്ല. കാര്യം എത്താന്ന് പറഞ്ഞത് എനിക്ക് നാട്ടിൽ ഇന്ത്യയിൽ റെഗുലേറ്റ് കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടേ ക്രീം ഉണ്ടാക്കാൻ പറ്റൂ. അത് തന്നെ കാരണം ഇല്ലെങ്കിൽ ഞാൻ ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നൊക്കെ അത്ര ക്വാളിറ്റി സാധനം ഇറക്കുമ്പോൾ പ്രൊഡക്റ്റിന് റേറ്റ് കൂടും. നാട്ടുകാർക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനൊക്കെ ആരും ഏത് കോസ്മെറ്റോളജി ബ്രാൻഡിനാണ്, എസ്തറ്റിക് ബ്രാൻഡിനാണ് അവരുടേതായ R&D ടീം. ഞങ്ങളുടെ മാനുഫാക്ചറിങ് നോക്കുകയാണെങ്കിലേ മറ്റേ ദീപിക പഡ്കോണയുടെയും അവരുടെയൊക്കെ ഈ പറഞ്ഞ സിപ്ല കമ്പനിക്കാരുടെയും മറ്റേ ഡോക്ടർ ഷീത്തിന്റെ ഒക്കെ ആൾക്കാരും മാനുഫാക്ചറേഴ്സാണ് നമുക്ക്. ഓക്കെ. സിപ്ലയുടെ ഒക്കെ ഒരു എക്സ്റ്റെഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ R&D ടീമായിട്ട് ഗുജറാത്തിൽ ഇരിക്കുന്നത്. ഇത്രയൊന്നും ചെയ്യണ്ട. അപ്പുറത്ത് പാലക്കാടും കോയമ്പത്തൂരൊക്കെ ഒരു വീട്ടിലിട്ടിട്ട് ക്രീം കലക്കി എനിക്ക് നാട്ടുകാർക്ക് കൊടുക്കാവുന്നതുള്ളൂ. മനസ്സിലായോ അനന്തു? അപ്പൊ എന്താ മനസ്സിലായി വിഷമം മനസ്സിലായി. എന്താണെന്നറിയോ? നമ്മൾ അത്രയും എത്തിക്കലായിട്ട് ഓരോ കാര്യം മുന്നോട്ട് നീക്കി എന്റെ ഭാഗ്യം കൊണ്ടാണ്, ദൈവം സഹായിച്ച ഭാഗ്യം കൊണ്ടാണ് സംയുക്ത വർമ്മയ്ക്ക് ആ ഇന്റർവ്യൂലൊക്കെ അത് പറയാൻ തോന്നുന്നത്. അപ്പൊ എന്റെ അടുത്ത് വരുന്ന ക്ലയൻസിന് കൃത്യമായിട്ട് അറിയാം എന്ന് വെച്ച് സൗന്ദര്യവർദ്ധന ബിസിനസ്സാണ് നമ്മുടെ. എല്ലാരും അങ്ങനെ സാറ്റിസ്ഫൈഡ് ഒന്നും ആവണമെന്നൊന്നും ഇല്ല. എല്ലാരും മനസ്സിലായി. സൗന്ദര്യവർദ്ധന സങ്കല്പമൊന്നും ഞാൻ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അതെല്ലാ ബിസിനസിനെ പോലെ ഞങ്ങൾക്കുണ്ട്. എല്ലാവർക്കും അതുപോലെ എല്ലാവർക്കും അവരുടെ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ദയവ് ചെയ്തിട്ട് അനാവശ്യമുള്ള ഒരു കാര്യങ്ങളൊന്നും ഞങ്ങളുടെ അഗേൻസ്റ്റ് ഇല്ല. അങ്ങനെ ഒരു കുത്തിപ്പൊക്കാൻ നമ്മുടെ അഗേൻസ്റ്റ് ഇല്ല. അപ്പോൾ ലെറ്റ് പീപ്പിൾ ലൈക്ക് അസ് എത്തിക്കലി ഗ്രോ ഇൻ കേരള. അതുകൊണ്ട് ബില്ലൊന്നും കൊടുക്കാതെ തട്ടിപ്പും വെട്ടിപ്പൊന്നും ആയിട്ട് നമുക്ക് നടക്കണമെന്ന് ഒരു ആഗ്രഹമില്ല. എത്ര രൂപ സേവ് ചെയ്യും തട്ടിപ്പും വെട്ടിപ്പൊക്കെ വെച്ചിട്ട്? അതെ അതെ. എന്താ പറയുക, ജീവലക്ഷ്മിനെ ഊറ്റിയെടുത്ത് നമുക്ക് എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ബില്ലൊന്നും കൊടുക്കാണ്ട്? അതൊക്കെ എന്താണത്? അതൊക്കെ ചെറിയ ചിന്താഗതി നിന്ന് വരുന്ന ആളുകളുടെ വിഡ്ഢിത്തരം വിളിച്ചു പറഞ്ഞതുകൊണ്ട് നമ്മളെ പോലത്തെ ആളുകൾ ഇപ്പോ ഇതിന് ഉത്തരം പറയേണ്ട അവസ്ഥ വന്നുപോയി സോഷ്യൽ മീഡിയയിൽ. അതാണ് സത്യം. മാമിന് ഇതല്ലാതെ വേറെ ബിസിനസ് ഉണ്ടോ? ഇല്ല, ഞാൻ ഇത് മാത്രമായിട്ട് നടക്കുന്ന ഒരാളാണ്. ഓക്കെ. എന്ന് വെച്ചാൽ ഇപ്പൊ കോസ്മെറ്റോളജി ക്ലിനിക്സ് അല്ലാതെ തന്നെ ന്യൂട്രീഷൻ സപ്ലിമെന്റേഷൻസ് കാര്യങ്ങൾ ഞങ്ങൾ ഉടനെ തുടങ്ങാൻ പോകുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ജോലി സംബന്ധമായിട്ടുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തത് ക്ലിനിക്കുകൾക്കുള്ള ഓപ്പറേഷണൽ സൊല്യൂഷൻസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ പല ക്ലിനിക്കുകളിലും അവർക്ക് ഇത് കൊണ്ടു നടക്കാൻ അറിയില്ല. അപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മളെ കുറച്ച് ആളുകൾ പറഞ്ഞു വെച്ചാൽ വളരെ വ്യക്തമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്നുള്ളത്. അത് അവരെ സഹായിക്കാനുള്ള ഒരു കൺസൾട്ടൻസി ഫേമും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായി. എനി അതർ ക്വസ്റ്റ്യൻസ് അനന്തു? ഇല്ല, വേറെ ഒന്നുമില്ല. ഞാൻ ഈ കോൾ ആക്ച്വലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടുന്നോണ്ട് പ്രശ്നമുണ്ടോ? ഇടുന്നോണ്ട് പ്രശ്നമുണ്ടോന്ന് വെച്ചുകഴിഞ്ഞാല് എത്ര സ്ഥലങ്ങളിലാണ് ഈ ഡോക്ടർ കിടന്ന് ഈ വിളിച്ചു പറയുന്നു എന്നുള്ളത് ഇല്ലില്ല, നാട്ടുകാർക്ക് അങ്ങനെയില്ല. തോന്നൂലേ? അങ്ങനെ ഇതിപ്പോ തോന്നത്തില്ല. ഞാൻ പ്രശ്നമില്ല. പേടിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കുന്നത്. കാരണം എന്താ, എനിക്ക് ആഗ്രഹമില്ല. ഉള്ളത് പറയല് എനിക്ക് ആഗ്രഹമില്ല. കാരണം ഓരോ യൂട്യൂബേഴ്സ് വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെ ഉത്തരങ്ങൾ പറയാൻ എനിക്ക് വയ്യ. ഓക്കെ, പക്ഷെ ഞാൻ പേടിച്ചിട്ട് പറയണത് എന്തിനാണെന്നറിയോ? എന്റെ വശം നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഭാവനയിൽ ഉദിക്കുന്ന ഓരോ അതെ അതെ കാര്യങ്ങളായിരിക്കും അതെ അതെ നിങ്ങൾ അതെ. ഇടാൻ പോകുന്നത്. അതുകൊണ്ട് ഇട്ടോ, ഞാൻ പറയുന്നതിൽ ഒന്നും തെറ്റില്ല. ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്ന കാര്യത്തിന് തന്നെയാണ്. എന്റെ പ്രാർത്ഥന ഇനി ദയവ് ചെയ്ത് ഒരു യൂട്യൂബ് ഇതും കൂടെ നിങ്ങൾ ഇടാൻ റെഡി ആണെങ്കിൽ എല്ലാം ഇട്ടോ. ഞാൻ ഈ പറയുന്നതും കൂടെ ഇടാം. ദയവ് ചെയ്ത് ഇനി ഒരു യൂട്യൂബേഴ്സും ഞങ്ങളെ കോൺടാക്ട് ചെയ്യല്ലേ. അനന്തുവിന് നല്ല ഒരു ഓഡിയോ ക്ലിപ്പ് ഞാനിപ്പോ അനന്ത് ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതും കൂടെ റിലീസ് ചെയ്യാം. ഒരു പ്ലീസ് ദയവ് ചെയ്ത് ഇപ്പോ ഒരാളുടെ അടുത്തും കൂടി ഞാൻ കമ്മിറ്റ് ചെയ്ത് 12:30 അതും ഇത് തന്നെ ഞാൻ അവിടെയും പറയും. അതോടെ ദാറ്റ്സ് ഇറ്റ്. ഇത് ലാസ്റ്റ് 12:30 കോളും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ എം സ്റ്റോപ്പിംഗ് ദിസ്. ബാക്കി നാട്ടുകാർ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം നാട്ടുകാർ സഹായിച്ചിട്ട് തന്നെയാണ് എന്റെ ബിസിനസ് ഒക്കെ ഓടുന്നത്, നല്ല രീതിയിൽ പോകുന്നത്. അതുകൊണ്ട് അതല്ല, നിങ്ങൾ എന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഒരു യൂട്യൂബേഴ്സും എന്നെ കോൺടാക്ട് ചെയ്യരുത് എന്നുള്ള ഓഡിയോ ക്ലിപ്പും കൂടെ നിങ്ങൾക്ക് ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ ഇട്ടോ. ദാറ്റ് ഇസ് ഇറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ഇൻഡൾജ് ഇൻ ദിസ് എനിമോർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ടേക്ക് കെയർ. ഇവിടെ ഡോക്ടറിന് പറയാനുള്ളത് നിങ്ങൾ കേട്ടല്ലോ. സത്യം പറയാം, എൻ്റെ ഒരു പെർസ്പെക്റ്റീവില്ലേ, ഇവർക്ക് ഫ്രീ കൊളാബറേഷൻ ഇപ്പോഴാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. സത്യം എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു ക്ലിനിക്ക്. ഇനി എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാമല്ലോ, വിശ്വസിച്ച് പോവാം. കാരണം ഈ കല്യാണി എന്ന് പറയുന്ന ഇവര് ഫേക്കായിട്ട് ഇവരെ വലിച്ചീറി ഒട്ടിച്ച് കൊളാബ് കിട്ടാത്തതുകൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ തീർത്തതാണെന്ന് നാട്ടുകാർക്ക് ഇപ്പം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റിയ ഒരു ക്ലിനിക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും അവർക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവർ ആഘോഷിപ്പിൻ ആഹ്ലാദിപ്പിൻ. ഇനി എന്തായാലും നല്ല നല്ല കസ്റ്റമേഴ്സ് വരും. അതുപോലെ ഈ വോയിസ് ഉടനീളം കേൾക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള അവർ അത്യാവശ്യം പ്രീമിയം കസ്റ്റമേഴ്സിനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത്യാവശ്യം സിനിമ ഫീൽഡിലുള്ളവരെയും ഇവരെയൊക്കെയാണ്. മഞ്ജു വാര്യറൊക്കെ ഇവരുടെ കസ്റ്റമറാണ് എറണാകുളത്തുള്ള ബ്രാഞ്ചിലെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നല്ല കാര്യം. അങ്ങനെയൊക്കെ തന്നെ ലൈഫൊക്കെ മുന്നോട്ട് പോട്ടെ. പക്ഷേ ഇതുപോലെ അൽക്കുലത്ത് പ്രീമിയം കസ്റ്റമറുകൾ ഇനി ലഭിക്കാതിരിക്കട്ടെ. എന്തായാലും
ഇത് കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം നല്ല പണി ആർക്ക് കിട്ടും? ഈ കല്യാണിയുടെ ഹസ്ബൻഡിന് കിട്ടും. മിക്കവാറും സസ്പെൻഷൻ അടിച്ച് അണ്ണാക്കി കൈ കൊടുത്ത് ഫ്ലാറ്റ് ആക്കി വിടാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട്. CCTV ഫുട്ടേജിലും ഈ പറയുന്ന മെറ്റാ ഫുട്ടേജിലും ഒക്കെ ആയിട്ട് നമ്മുടെ അണ്ണൻ അവിടെ ഉണ്ട്, MVD അണ്ണൻ. അതുകൊണ്ട് അണ്ണാക്കി കിട്ടാതെ നോക്കിയാൽ മതി. അണ്ണ എന്നെ MVDയിലൊന്നും പിടിച്ചിടല്ലേ, നമ്മൾ പതുക്കെ അല്ലറ ചില്ലറ വണ്ടി ഉരുട്ടിക്കൊണ്ട് നടക്കുന്ന ടീംസ്. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കൊണ്ട്